ഗോവിന്ദ ഗോവിന്ദ. ജന്മാദ്യസ്യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമൃതായി യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം വിഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സ്വാമീ ശരണമയ്യപ്പ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ആഞ്ജനേയസ്വാമികി ജയ്. ശ്രീ ജഗദംബികായൈ നമഃ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. ചോറ്റാനിക്കരമ്മേ ശരണം, കൊടുങ്ങല്ലൂരമ്മേ ശരണം, മൂകാംബികാദേവീ ശരണം, തച്ചനാത്തകാവിൽ ഭഗവതീ ശരണം. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്തുതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതാ മാരുതേഷ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഗുരുഭ്യോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഹര ഹരോ ഹര ഹര. സദാശിവസമുദ്ഭൂതാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ. രാജോവാച സമപ്രിയ സുഹൃബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധീത് വിഷമോ യഥാ നഹ്യസ്യാർത്ഥസുരഗണൈഃ സാക്ഷാന്നിശ്രേയസാത്മന നൈവാസുരേഭ്യോ യദ്വേഷഃ നോദ്വേഗശ്ചാഗുണസ്യ ഹി ഇതി നസ്സു മഹാഭാഗ നാരായണഗുണാൻ പ്രതി സംശയ സുമഹാൻ യാത തദ്ഭവാം ചേത്തുമർഹതി. ശ്രീശുക ഉവാച സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യദ്ഭാഗവതമാഹാത്മ്യം ഭഗവദ്ഭക്തിവർദ്ധനം ഗീയത്തെ പരമം പുണ്യമൃഷിഭിർനാരദാദിഭിഃ നത്വാ കൃഷ്ണായ മുനയേ കഥയിഷ്യേ ഹരേ കഥാം. നിർഗുണോ വിഹ്യജോ വ്യക്തോ ഭഗവാൻ പ്രകൃതേ പര സ്വമായാഗുണമാവിശ്യ ബാധ്യബാധകതംഗത. സത്വം രജസ്തമ ഇതി പ്രകൃതേർനാത്മനോ ഗുണാഃ ന തേഷാം യുഗപദ്രാജൻ ഹ്രാസ ഉല്ലാസ ഏവ വാ. യോ ജയകാലേ തു സത്വസ്യ ദേവഋഷീൻ രജസോസുരാൻ തമസോ യക്ഷരക്ഷാംസി തൽക്കാലാനുഗുണോ ഭജൽ. യോതിരാതിരിവാ ഭാതി സംഘാതാം ന വിവിച്യതേ വിദന്ത്യാത്മാനമാത്മസ്ഥം
മഥിത്വാ കവയം തഥാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ശ്രീപരീക്ഷിത് മഹാരാജാവിൻ്റെ തിരുമുമ്പിൽ ഭാഗവത സ്വരൂപിയായ ജ്ഞാനമഹാബ്ധി ചന്ദ്രമസ്സായ ശ്രീശുഖബ്രഹ്മർഷി പ്രത്യക്ഷപ്പെട്ടു. ഭാഗവതം ഭഗവാന്റെ സ്വരൂപം 7 ദിവസം കൊണ്ട് പൂർണ്ണമാക്കി പ്രത്യക്ഷപ്പെടുത്തി ആ പൂർണ്ണതയിലേക്ക് അങ്ങയെ ഞാൻ എത്തിച്ചോളാം എന്ന് ഏറ്റുകൊണ്ടാണ് ശ്രീശുഖബ്രഹ്മർഷിയുടെ ഭാഗവത പാരായണം, ഭാഗവത കീർത്തനം, ഭാഗവത ഗാനാലാപം ആരംഭിച്ചത്. അത് പരീക്ഷത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. ഏഴഹസ്സുണ്ടല്ലോ ഖേദിച്ചിടേണ്ട നീ, പാഴാകാ നിൻ ജന്മം ഞാനുള്ളപ്പോൾ എന്ന ആ പ്രഖ്യാപനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരമാണ്, കൃതാർത്ഥതയുടെ പാരമ്യത്തിലേക്ക് എത്തിക്കുന്നതുമാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ നമുക്കറിയാം, ഭാഗവതം എത്ര ആവർത്തി, എത്ര തവണ, എത്ര സത്രങ്ങളിൽ കൂടെ കേട്ടു നിറച്ചാലും പെട്ടെന്ന് അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോണു. ഇവിടെ സ്വാമിജി പ്രസംഗിച്ചപ്പോൾ ഓർമ്മിപ്പിച്ചുല്ലോ, നമുക്കത് നിലനിർത്താൻ സാധിക്കണില്ല, വളരെ വേഗം നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോണു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഖ്യാപിക്കണു, എന്ത്, എൻ്റെ ഇത് 1000-ാമത്തെയാണ്, ഇത് 2000-ാമത്തെയാണ്, ഇതെൻ്റെ 38-ാമത്തെയാണ്, ഇതെൻ്റെ 24-ാമത്തെയാണ്, ഇത് 29-ആണ്, ഇത് 60-ആണ്. ഭാഗവതത്തിൻ്റെ ഷഷ്ടിപൂർത്തി, ഭാഗവത സപ്താഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി വളരെ പ്രസിദ്ധമായി കൊണ്ടാടി ഒരു ദിവ്യക്ഷേത്രത്തിൽ. എല്ലാ മാസവും സപ്താഹം നടന്നുകൊണ്ടിരിക്കണം അമ്പലപ്പുഴയിൽ, എത്ര ദിക്കിൽ. ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെ 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 വലിയ നേട്ടങ്ങളാണ് നമുക്കൊക്കെ. കലികാലത്ത് സങ്കീർത്തനേനൈവ അപൂർവത്തിൽ അപൂർവമായിട്ട്, അപൂർവതമമായിട്ട് കിട്ടിയിരുന്ന ഭാഗവതം ഇത്ര ജനകീയമായി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പോപ്പുലറായി കിട്ടുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. നാരദനാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്. ഇവിടെ ഇപ്പോൾ സ്വാമിജി ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് കൊണ്ട് നടത്തുന്നത് പോലെ അന്ന് ഭാഗവതം ഗേഹേ ഗേഹേ ജനേ ജനെ എത്തിക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ച് അരേം തലയും മുറുക്കി പുറപ്പെട്ടു. ആ പ്രഖ്യാപനം ഭാഗവത്തിൽ കാണാം. തദാനാഹം ഹരേർദാസ, ശ്രീഹരിയുടെ ദാസനാന്നും പറഞ്ഞ് ഞാൻ നടക്കില്ല. ഭാഗവതം ഓരോ ദിക്കിലും എത്തിച്ചില്ലെങ്കിൽ, അങ്ങനെ ചിലരെ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്കൊക്കെ ആ ഭാഗ്യാതിരേകത്തിൻ്റെ വർഷബിന്ദുക്കൾ അനുഭവിക്കാറാവും, അമൃതകിരണങ്ങൾ ആസ്വദിക്കാറാവും. ഏഴഹസ്സുണ്ടല്ലോ ഖേദിച്ചിടേണ്ട നീ, പാഴാകാ നിൻ ജന്മം ഞാനുള്ളപ്പോൾ എന്ന് പറയുന്ന ഒരേ ഒരു ഗുരു ഭാഗവതമല്ലേ. ശ്രീമദ് ഭാഗവത രൂപിയായി കണ്ണൻ ഈ മന്നീലേവം വീളങ്ങിടുമ്പോൾ ആയതു വിട്ടു നാം അന്യത്തെ സജ്ജനമായാശ്രയിപ്പതും മൂഢതയാം. ഭക്തശ്രോമണി വാഴകുന്നം പറഞ്ഞ ആശയം പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തന്വാവാചാധിയാവാ ഭജതി പതജന ക്ഷുദ്രദൈവ സ്ഫുടേയം. അന്യത് ആശ്രയിക്കുകയാണെങ്കിൽ, അന്യത്തെ വേറെ ഒന്നിനെ ഇത് വിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ അതിലും വലിയ മൂഢത, അതിലും വലിയ ക്ഷുദ്രത, അതിലും വലിയ അല്പത്തരം വേറെ ഇല്ല. അത് പറ്റിപ്പോവരുതേ. ഇത്രയൊക്കെ ഭാഗവതവും ധാരയും തലയും മുറുക്കി ഇതിനു വേണ്ടി പുറപ്പെട്ട സജ്ജനങ്ങളും പ്രഖ്യാപിച്ചിട്ടും എന്തേ നമ്മൾ ഇപ്പോഴും ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താത്തത്? നമ്മുടെ ഭാഗ്യക്കേട്. പണ്ടൊരു
സംസ്കൃത പണ്ഡിതൻ്റെ ശ്ലോകത്തിലുണ്ട്. എൻ്റെ മഹാരാജാവ് തിരുമനസ്സുന്നേ അവിടുന്ന് സകല ദിക്കിലും കാരുണ്യം വർഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ദുർഭാഗ്യമാകുന്ന കുട ചൂടി വന്നു. മഴ കൊള്ളാണ്ടിരിക്കാൻ കുട വേണമല്ലോ. അവിടുത്തെ കാരുണ്യവർഷവും എൻ്റെ ഈ ദുർഭാഗ്യക്കുട കൊണ്ട് എൻ്റെ തലയിൽ വീഴാണ്ട് പോയി എന്നാണ്. ഇതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഭാഗവതത്തിൻ്റെ കാരുണ്യവർഷം സജ്ജനങ്ങളെ പ്രപഞ്ചം മുഴുവനും ആദ്യം പറഞ്ഞ പോലെ പോപ്പുലറാക്കി ജനകീയമാക്കി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദുർഭാഗ്യക്കുട ചൂടിയിട്ടുള്ള നടത്തം ഇനി വേണ്ടാന്ന് വയ്ക്കാം. ഹന്തഭാഗ്യം ജനാനാം പട്ടൊരുപാട് പറയണില്ലേ, ലോകത്തിൻ്റെ ഭാഗ്യാതിരേകം ശോഭിക്കണു മുൻപിൽ ദുർഭാഗ്യക്കുട വലിച്ചെറിയൂ, ഈ കാരുണ്യവർഷം കൊള്ളൂ, ഈ പൂർണ്ണ നിലാവിൽ മുങ്ങിക്കുളിക്കൂ. ജ്ഞാനമഹാബ്ധി ചന്ദ്രമസ്സായ ഈ ശ്രീശുക ബ്രഹ്മഋഷിയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യദ്ഭാഗവതമാഹാത്മ്യം ഭഗവത് ഭക്തിവർദ്ധനം ഗീയതേ പരമം പുണ്യം ഋഷിഭി നാരദാദിഭി നത്വാ കൃഷ്ണായ മുനയേ കഥയിഷ്യേ ഹരേ കഥാം. നാരായണ ഗുണങ്ങളെപ്പറ്റി അങ്ങയ്ക്ക് ഹേ പരീക്ഷിത്തെ ഒരു സംശയം ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കണു. നാരായണ ഗുണാൻ പ്രതി സംശയ സുഭാൻ ജാത. എന്താണ് ആ സംശയം? അതാണ് സപ്തമസ്കന്ധത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ കാണാം. സമ പ്രിയ സുഹൃൽ ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധി വിഷമോ യഥ. സമനായ ഭഗവാൻ വിഷമനായി കാണപ്പെടുന്നു. വിഷമം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായതാന്ന് ഇപ്പോൾ തീർച്ചയായില്ലേ? നമുക്കൊക്കെ വിഷമമുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് ഈ സമഭാവന നിലനിർത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പം എപ്പോഴാണോ നമ്മളൊക്കെ സമന്മാരാവണത് അന്ന് മുതൽക്ക് നമുക്ക് ഒരിക്കലും വിഷമം ഇല്ല. ഭാഗവതം പ്രഖ്യാപിക്കുന്നുണ്ട് നാരദന്റെ വാക്കിൽ, നവൈ ജനോ യാതു കഥഞ്ചനാവ്രജേൻ മുകുന്ദസേവി അന്യവദംഗ സംസ്കൃതി. വിഷമമില്ല. നവൈ ജനോ ജാതു കഥഞ്ചന, നെവർ 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 നെവർ. വിഷമം ഇല്ല. എങ്ങനെയായാൽ? സമനായി തീർന്നാൽ. ഭഗവാൻ സമനാണ്. ആ ഭഗവാൻ സമനാണ് എന്ന ഭാവത്തിൽ നമ്മളും അവിടേക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് പിന്നെ വിഷമം ഒരിക്കലുമില്ല. അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഉദ്ധവനോടുള്ള ഉപദേശത്തിൽ അതാ പറയണത്, തൊന്തു സർവം പരിത്യജ്യ സ്നേഹം സുജനബന്ധുഷു. പിന്നെ എന്നിലേക്ക് മയ്യാവേശ്യമന സമ്യക് സമദൃക് വിചരസ്വത. ഈ സമദൃക് എന്ന നില പാരമ്യമാണ്, അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. സമ പ്രിയ സുഹൃൽ ബ്രഹ്മൻ. ഗീതയിൽ പറയുന്നുണ്ടല്ലോ അർജുനോട്, സമോഹം സർവഭൂതേഷു. അപ്പൊ സമനായ ഭഗവാനെ നമ്മളും സമനായി കാണേണ്ടുന്നതിന് പകരം നമ്മളൊക്കെ വിഷമന്മാരായിട്ട് കാണുന്നു. ഭഗവാനെ കൂടി നിന്നിട്ട് ഇതെന്താ ഈ ഭഗവാൻ ഇങ്ങനെ, ഈ ദൈവം എന്താ ഇങ്ങനെ പെരുമാറണേ, ഈ രാമൻ എന്താ അങ്ങനെ ചെയ്തേ, അയ്യേ ഈ പരശുരാമൻ എന്താ അങ്ങനെ ചെയ്തേ, ഛേ അയ്യോ മത്സ്യാവതാരം, ജാഡ്യസ്വരൂപം വരാഹാവതാരം, അയ്യേ പന്നിയുടെ വേഷം, എന്തേ ഈ പന്നിയുടെയും പോർക്കിൻ്റെ ഒക്കെ വേഷം വിഷ്ണു കെട്ടുന്നത്, മഹാവിഷ്ണു, ഛേ മഹാമോശം. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അപ്പം എന്തായി? ഭഗവാനെ, സമനായ ഭഗവാനെ നമ്മൾ സമഭാവനയിൽ കാണാനാവാതെ വിഷമഭാവനയിൽ കണ്ട് സ്വയം വിഷമിക്കുക. ഭഗവാനുണ്ടോ? മത്സ്യാശ്വകക്ഷപോ വരാഹ ഹംസ രാജന്യ വിപ്ര വിവിധേഷു കൃതാവതാര. അവിടുത്തെ പാലന ലീലയുടെ ഒരു ഭാവം എന്നല്ലാതെ കണ്ട് ഇതൊന്നും ഒരു വ്യത്യാസമില്ല. മത്സ്യം അവിടുന്ന് സൃഷ്ടിച്ചതാണ്, കൂർമ്മം അവിടുന്ന് സൃഷ്ടിച്ചതാണ്, വരാഹവും സിംഹവും ഹംസവും ഒക്കെ അവിടുന്ന് സൃഷ്ടിച്ചതാണ്. അശ്വങ്ങളും കുതിരകളും പിന്നെ കുതിരമത്സ്യങ്ങളും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അപ്പം എല്ലാം ഭഗവാനാണ്. സമഭാവനയിലൂടെ കണ്ടാൽ പിന്നെ എവിടെയാ ഇത് കേമം, ഇത് മോശം, ഇത് നല്ലത്, അത് ചീത്ത എന്ന ഭാവന ഉണ്ടാവുക. ഗുണദോഷ ദൃശ്യദോഷ ഗുണസ്തു ഉഭയവർണിത എന്ന് ഉദ്ധവനോടൊടുവിൽ ഭഗവാൻ പറയണത് കേൾക്കാം. അപ്പോൾ ഭാഗവത ധർമ്മത്തിൻ്റെ ഈ പാരമ്യം
സമഭാവനയാണ് എന്നിരിക്കെ എന്തുകൊണ്ട് അങ്ങനെ ആവണില്ല എന്ന് ജനങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നു. ജനങ്ങളുടെ വിഷമഭാവന കൊണ്ടാണത്. അത് പരീക്ഷിത് സാക്ഷി ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രതിനിധിയായി കേട്ട് കൃതാർത്ഥനായതുപോലെ ചോദിച്ച് വിശദീകരണം നേടിയും കൃതാർത്ഥനാവുന്നുണ്ട്. അതാണ് സപ്തമസ്കന്ധത്തിലെ പ്രകരണം. ആദ്യം തൃതീയം മുതൽക്ക് സർഗം വിസർഗം സ്ഥാനം പോഷണം ഇത്രയും വർണ്ണിച്ചു. ഷഷ്ഠസ്കന്ധത്തിൽ ഭഗവാന്റെ പ്രത്യേക പോഷണം, അതിലംഘിത മര്യാദ ഭക്തരക്ഷണ ലക്ഷണം പോഷണം എന്ന് ശ്രീധരാചാര്യസ്വാമികൾ പറയുന്ന രീതിയിലുള്ള ലീല കേട്ടു. അപ്പോഴാണ് ചോദ്യത്തിന് പ്രസക്തി വന്നത്. ഇങ്ങനെ ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ അങ്ങനെ പോഷണം നൽകി വളർത്തി നേരെയാക്കുക വെച്ചാൽ എന്താ ഗുരുനാഥ, എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. അല്ല, ഭഗവാന്റെ ഈ സ്വഭാവം സമനാണെന്ന് പറയാം. കേൾക്കണവർക്ക് കഥ കേട്ടോ ഒരിക്കലും അങ്ങനെയല്ല തോന്നുക. ഇപ്പോൾ ഷഷ്ഠസ്കന്ധത്തിൽ തന്നെ അജാമളൻ്റെ ഭാര്യ, അജാമളൻ്റെ കുട്ടികൾ, പിന്നെ ദക്ഷൻ്റെ ഭാര്യ കുട്ടികൾ, പിന്നെ ദേവേന്ദ്രൻ ദേവന്മാർ, പിന്നെ നമ്മൾ കേട്ടില്ലേ വൃത്രാസുരൻ, ചിത്രകേതു, ഏറ്റവും ഒടുവിൽ ദിതിദേവി. ഇവരുടെയൊക്കെ കഥ കേട്ടാൽ എങ്ങനെയാണ് ഈ ഭഗവാൻ സമനാന്ന് തോന്നുക? വിഷമനാണെന്ന് തോന്നുന്നു. ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധി വിഷമോ യഥ. ചോദ്യം ചെയ്തില്ലേ അജാമളന്റെ കഥയില് യമദൂതന്മാര്, ഇയാള് മഹാപാപം ചെയ്ത ആൾക്ക് വൈകുണ്ഠോ? എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ നാമമാഹാത്മ്യം പഠിച്ചവരല്ല. നിങ്ങളുടെ യജമാനോട് പോയി ചോദിക്കൂ. അവർ പോയി ചോദിച്ചു, യജമാനൻ എണീറ്റ് നാമമാഹാത്മ്യം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ നാമമാഹാത്മ്യം വേണമെങ്കിൽ കണ്ടോളൂ, അജാമളം പോണു എന്ന് കാണിച്ചു കൊടുത്തു ഇല്ലേ? അതൊന്ന്. പിന്നെയാണ് ദക്ഷൻ്റെ കഥയിൽ ദക്ഷൻ നാരദനോട് തട്ടിക്കേറിയ പൂർവ്വവാസനാബലം കാട്ടിയത്. ശിവനോട് തട്ടിക്കേറിയ ദക്ഷൻ നാരദനോട് ഈ രണ്ടാം ജന്മത്തിലും തട്ടിക്കേറി 60 പെൺകുട്ടികളും ആ 60 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തെടുത്ത് മുഴുവൻ ദേവന്മാരും അസുരന്മാരും ഒന്നും പറയേണ്ട തമ്മി തല്ലി തല കയറുന്ന കോടാനുകോടി ജീവജാലങ്ങളും ആയിട്ടങ്ങനെ ജീവിക്കുന്നു. ഇതിൽ ദേവന്മാരുടെ ഭാഗത്ത് നിന്ന് അസുരന്മാരെ കൊല്ലിക്കുന്നു, അതിഥിയുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് ദിതിയുടെ മക്കളെ കൊല്ലിക്കുന്നു. ഇത് ശരിയാണോ? ദിതി ദേവി പാവം ഭർത്താവിനോട് പറഞ്ഞ്, എൻ്റെ മക്കളെ കൊല്ലിച്ചവനെ എനിക്കിപ്പോൾ കൊല്ലണം എങ്ങനെയെങ്കിലും. ഭർത്താവിനോട് തന്നെയാണ് ഞാൻ പറയണത്. കശ്യപനോട് ആവശ്യപ്പെട്ടു, എൻ്റെ ഇടത്തിയുടെ മകനെ ദേവേന്ദ്രനെ കൊല്ലാൻ ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറയണം, എനിക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവണം. എൻ്റെ ഇടത്തിയുടെ മകനെ, ഇവിടുത്തെ മൂത്തപുത്രനെ കൊല്ലാൻ പാകത്തിന്. പാവം. അഹോ മായാബലം വിഷ്ണോഹോ സ്നേഹബദ്ധമിതം ജഗൽ. കശ്യപൻ്റെ വാക്കാ. കശ്യപൻ എന്ത് ചെയ്തു? ഭഗവാനെ സേവിക്കാൻ പറഞ്ഞു. നല്ല സൂത്രക്കാരനാ കശ്യപൻ. ഭാഗവതം പറയണു, ഈ കശ്യപന്റെ സമഭാവന നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര എളുപ്പമുണ്ട്. ജിഹ്വൈകതോ മുമപകരിഷതി കരിഹിതരുഷ ശിഷ്ണോന്യത ത്വഗുദരം ശ്രവണം കുതശ്ചിൽ ഘ്രാണോന്യത ചപലദൃക് ക്വച കർമ്മശക്തി ബഹ്വസപത്യൈവ ഗേഹപതിം ലുനന്തി. കശ്യപന് 13 ഭാര്യമാര്, നമുക്കോ? ഭാഗവതം ചോദിക്കണു. ഭാഗവത തത്വസമീക്ഷാ സത്രത്തില് നമ്മൾ ചിന്തിക്കാറുണ്ടോ അല്പനേരെങ്കിലും ആ തത്വങ്ങൾ? എന്ത്? കശ്യപന് 12 ഭാര്യമാര് 13 ഭാര്യമാര്, നമുക്കോ? നമുക്കുണ്ട് 8-10 ഭാര്യമാര്. ഒരു ഭാര്യയുടെ പേര് ജിഹ്വ, ഏകതോമും അപകർഷതി. കരിഹി തരുഷ, ഏകതോമും അപകർഷതി. ശിഷ്ണോന്യത, ഏകതോമും അപകർഷതി. ത്വഗുദരം, ത്വക്ക് ഉദരം. ഇങ്ങനെ കുതച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഭാര്യമാര് പിടിച്ചു വലിക്കുക. എനിക്ക് പാട്ട് കേൾക്കണം, എനിക്ക് സിനിമ കാണണം, എനിക്ക് തിന്നിട്ട് മതിയാവണില്ല, എനിക്ക് മണത്തിട്ട് മതിയാവണില്ല. വളരെ പ്രസിദ്ധല്ലേ കല്യാണ സൗഗന്ധികത്തില്. എനിക്ക് വേഗം കല്യാണ സൗഗന്ധിക പൂവ് ഇവിടുന്ന് ഇപ്പം പോണം. ഭർത്താവ് ഗതിയായിട്ട് പുറപ്പെട്ടു. ഭീമസേനൻ കളിയാക്കണുണ്ട്. ശ്രീഹനുമാൻ കല്യാണ സൗഗന്ധിക ഓട്ടന്നുള്ളിൽ കാണാം. പൂവ് വേണമെന്ന് പറഞ്ഞു, ചാടി പുറപ്പെട്ടു. ഗന്ധേന മുഹു എന്നാ പറയണത്. എന്തൊരു സുഗന്ധം! ഇങ്ങനെ 5 ഭാര്യമാരുടെ കീഴിൽപ്പെട്ടാലും 10 ഭാര്യമാരുടെ കീഴിൽപ്പെട്ടാലും ഓരോ തരം രീതിയിൽ നമ്മൾ കിടന്ന് തുള്ളണില്ലേ? ഇതിനെ ഒന്ന് നേരാമണ്ണാക്കാൻ എന്താ പണി?
ഹെൻബെക്ഡ് ഹസ്ബൻഡ് ആണ് നമ്മളൊക്കെ. 10 ഇന്ദ്രിയങ്ങളും ഒരുപോലെ പിടിച്ചു വലിച്ച് നമ്മളെ ബഹ്യസപത്നി ഇവ ഗേഹപതിം ലുനന്തി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ 10 ഭാര്യമാരും നമ്മളെയൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഏത് കല്യാണം കഴിക്കാത്തവരും, ഏതാണിനെയും ഏത് പെണ്ണിനെയും, അത്രേ ഉള്ളൂ. ആ പിടി വലിയാണ് ഇവിടുത്തെ പരാമർശം ആയ വിഷയം അല്ലേ. അപ്പോൾ എന്തു ചെയ്തു കശ്യപൻ? ഭഗവാനെ സേവിക്കൂ എന്ന് പറഞ്ഞു. മഹാപുരുഷ പൂജായാ സിദ്ധി, മഹാപുരുഷ പൂജായാ സിദ്ധി. ഭാഗവതം വിളിച്ചു പറയണു, ലോകരെ വേണമെങ്കിൽ കേട്ടോളൂ. പട്ടേരിപ്പാടും പറയണു, ദുഷ്ടാശയേപി ശുഭദൈവ ഭവൻ നിഷേവ, ദുഷ്ടാശയേപി ശുഭദൈവ ഭവൻ നിഷേവ. മഹാപുരുഷ പൂജയുടെ സിദ്ധി നോക്കൂ. അപകടം പിടിച്ച മനസ്സോടെ ഏടത്തിയുടെ മകൻ ചാവണമെന്നും പറഞ്ഞ് ഗുരുവായൂരപ്പനെ സേവിച്ചിട്ട് അതിലംഘിത മര്യാദ ഭക്തരക്ഷണ ലക്ഷണം എന്ന പോഷണം ഉപയോഗിച്ച് ഭഗവാൻ എന്തു ചെയ്തു? ദിതിയുടെ മനസ്സ് ദിതി പോലും അറിയാതെ മാറ്റി. അരിർമിത്രം വിഷം പഥ്യം അധർമ്മോ ധർമ്മതാമൃതിയിൽ അനുകൂലേ ജഗന്നാഥേ വിപരീതേ വിപരീയ. ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞത് യഥേന്ദ്രശത്രു സ്വരതോപരാധാൽ അല്ലേ. ഇന്ദ്രശത്രോ വിവർദ്ധസ്വാന്നും പറഞ്ഞ് യാഗം ചെയ്തു അത്രേ. ആ പിഴച്ചു 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 പിഴച്ചു. എന്താ പിഴച്ചത്? ഇന്ദ്രശത്രോ എന്നുള്ള സ്വരം പിഴച്ചു. നമുക്ക് മനസ്സിലാവൂ? അതാണ് കടന്നിരിക്കൽ. അന്യോന്യം വേദ പരീക്ഷകൾ നടക്കുന്നിടത്ത് ചെന്നാലറിയാം. മുണ്ടും പിടിച്ചിരുന്ന് വേദം ചെല്ലുമ്പോൾ സ്വരം പിഴച്ചാൽ മുണ്ട് അവിടെ ഇട്ട് പോരാ. അവിടെയുള്ളവർ മനസ്സിലാക്കി തരും സ്വരം പിഴച്ചു എന്ന്. മൈക്ക് കൂടെ വിളിച്ചു പറയൊന്നും വേണ്ട. ഒന്ന് ഞൊടിക്കുക, ഒന്ന് കൈകൊണ്ട് മുദ്ര കാണിക്കുക, അത്രയൊക്കെ മതി. പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാ. അപ്പം നിശബ്ദമാണ് മാർക്കിടൽ, നിശബ്ദമാണ് അവലോകനം, നിശബ്ദമാണ് പ്രഖ്യാപനം. പിഴച്ചു. നമുക്കറിയില്ലല്ലോ ഇന്ദ്രശത്രു എങ്ങനെയാ ഇന്ദ്രശത്രു അല്ലാണ്ടായത്. ഒന്ന് ഇന്ദ്രശത്രോ ആണ്, മറ്റത് ഇന്ദ്രശത്രോ ആണ്. എവിടെയാ സ്ട്രെസ് കൊടുത്തത്? ആ ഭാഷ പറഞ്ഞാൽ ഇന്നിപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരോഹണ അവരോഹണാദികള്, ഹ്രസ്വദീർഘപ്ലുതങ്ങള് മുതലായ അക്ഷരങ്ങൾ വേണ്ട വിധത്തിൽ ഉച്ചരിച്ചില്ലെങ്കിലത്തെ അപകടം വേദമന്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നിപ്പോൾ നമുക്കൊരു പ്രശ്നമില്ലല്ലോ. ഏത് മന്ത്രവും എപ്പോഴും എവിടെയും ഇരുന്ന് പറയാം. ധിയോയോ ന പ്രചോദയാൽ എന്ന് പറയേണ്ടതിന് പകരം ധിയോയോ ന പ്രചോദയാൽ, ധിയോയോ ന പ്രചോദയാൽ, ധിയോയോ ന പ്രചോദയാൽ എന്നാണ് നമ്മളൊക്കെ ഉരുവിടുന്നത്. ഞങ്ങളുടെ ബുദ്ധി നേരെയാക്കണേ എന്ന് പറയണതിന് പകരം ഒരിക്കലും ഞങ്ങളുടെ ബുദ്ധി നേരെയാക്കരുതേ എന്ന് പറയണു. ആലോചിച്ച് നോക്കൂ. എന്താ ഇതിന് സംസ്കൃതം, എനിക്കും അറിയാം സംസ്കൃതം, പറഞ്ഞിട്ട് കാര്യമില്ല. ന എന്നുള്ളതും ന പ്രചോദയാൽ എന്നുള്ളതും വേർതിരിച്ചറിയാൻ ആർക്കറിയാം? പണ്ഡിതന്മാർ പോലും വിഷമിക്കണു. മൃത്യോർമാ അമൃതം ഗമയ എന്നാണ് മഹാഗയമായിട്ട് പലയിടത്തും ബോർഡ് എഴുതി വെക്കുന്നത്. ഇവിടെ സ്വാമിജി ഉള്ളതുകൊണ്ട് തെറ്റെഴുതി വെക്കാൻ ആരെ അനുവദിക്കില്ല എന്ന് മാത്രം. പലയിടത്തും നമ്മൾ കാണാം അമൃതം ഗമയ. ആ വിസർഗം അവിടെ തെറ്റാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ നമ, നമോ ഭഗവതേ വാസുദേവായ പറഞ്ഞാൽ പിന്നെ ആദ്യം ഒരു നമ ആവശ്യമില്ല. എന്നാലും നമ്മളിങ്ങനെ നിശ്ചയില്ലാണ്ട് പലതും ചെയ്യും. സംസ്കൃതമാണ്. അപ്പം ഏതാ സംസ്കൃതം, ഏതാ സംസ്കരിക്കപ്പെട്ടത്, ഏതാ എങ്ങനെ പറയണം അറിയില്ല. യഥേന്ദ്രശത്രു സ്വരതോപരാധാൽ. ഇന്ദ്രശത്രു ഇന്ദ്രനാൽ കൊല്ലപ്പെടേണ്ടവൻ ഇന്ദ്രനെ കൊല്ലുന്നവനായി, അഥവാ നേരെ വിപരീതം. ഇന്ദ്രനെ കൊല്ലുന്നവനാവണമെന്ന് ദിതിദേവി മോഹിച്ചിട്ട് ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവനായി അല്ലേ. അപ്പോൾ ത്വഷ്ടാവും അങ്ങനെ തന്നെയാണ്. ഇന്ദ്രനെ കൊല്ലാൻ മകൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. ചെല്ലിയപ്പോൾ അറിയാണ്ട് ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവൻ ഉണ്ടാവണം എന്നായിപ്പോയി. നാവ് മാറി പറഞ്ഞു. പണ്ടൊരാൾ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. പരിഭ്രമിച്ച് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിച്ചത്? അതിന് പച്ച മലയാളമാണ്, അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ചെന്ന് പ്രാർത്ഥിച്ചു ഇത്രേ. എന്ത്? ഈശ്വര, എൻ്റെ ഹനുമാനെ, എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ 101 കദളിപ്പഴം തൊലി കളഞ്ഞ് നേദിക്കാം എന്നാണ് അയാൾ ഉള്ളിൽ വിചാരിച്ചത്. അത് നേരെ വിപരീതം പറഞ്ഞു. ഈശ്വര, എൻ്റെ കദളിപ്പഴേ, എനിക്കൊരു ഹനുമാൻ ഉണ്ടായാൽ 101 ഉണ്ണികളെ തൊലി കുളഞ്ഞ് നേദിച്ചേക്കാം എന്ന് പറഞ്ഞു ഇത്രേ. ഇത് നമുക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ഇന്ദ്രശത്രു എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടോ മനസ്സിലാവണു? അപ്പം ഇന്ദ്രശത്രുവിനെ
ഇന്ദ്രബന്ധുവാക്കി മാറ്റി. എങ്ങനെ? അതാ ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ മനസ്സിലെ തച്ചനാത്തുകാവ് ഭഗവതിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ സർവബാധ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏകമേവ ത്വയാ കാര്യം അസ്മദ് വൈരി വിനാശനം എന്ന് കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എൻ്റെ ശത്രുക്കളൊക്കെ ചത്തുപോകണം. അഹോം പത്നിയും കുഞ്ചുവും മാത്രം വർദ്ധയ ഇതരജനാനാം സർവേ കുണ്ടാമണ്ടിയും ഭവതു സ്വാഹ എന്നൊക്കെ നാളല്ലാണ്ട് ഈശ്വരന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കണു. എനിക്ക് നേരെ ആവണം, മറ്റുള്ളവരൊക്കെ നശിച്ചു പോകണം. എനിക്ക് നേരെ ആവാം, മറ്റുള്ളവർ നശിച്ചാലും വേണ്ടില്ല. അയാളുടെ 2 കണ്ണും പൊട്ടി, എൻ്റെ 2 കണ്ണും പൊട്ടി അയാളുടെ 1 കണ്ണ് പൊട്ടുമോ? എന്നാലും വേണ്ടില്ല എൻ്റെ ഭഗവതി, എൻ്റെ 2 കണ്ണ് പൊട്ടിയിട്ടെങ്കിലും അയാളുടെ 1 കണ്ണ് പൊട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന കേമന്മാരുള്ള നാട്. ഇന്ദ്രൻ നമ്മൾ കേട്ടില്ലേ ഇപ്പോൾ കഥയിൽ പറയുമ്പോൾ, ദധീജ് മഹർഷിയുടെ നട്ടല് പറിക്കാനും കണ്ണടച്ചിരിക്കുന്ന സ്വന്തം ഗുരുനാഥനെ വെട്ടിക്കൊല്ലാനും ആ ഗുരുനാഥൻ സ്വന്തം അനിയനായിട്ട് പോലും അതിലൊരു ഉളുപ്പ് തോന്നാതിരിക്കാനും എങ്ങനെ ഇന്ദ്രപാർട്ടിയുടെ കേമത്വം. അതാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രൻ വല്ലയിടത്തെയും കഥാപാത്രമല്ലല്ലോ. ഭാഗവത തത്വവിചാരം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, ആ ഇന്ദ്രൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇല്ലേ ഇപ്പോഴും? ആ ദിതിദേവി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇല്ലേ ഇപ്പോഴും? ഇനി നാളെ വാമനാവതാരം പറയുമ്പോഴും കാണാം. ആ അതിഥി ദേവേന്ദ്രന് നേരെയാ പോരാ, അസുര സ്ത്രീകളൊക്കെ ചത്ത്, അസുരന്മാരൊക്കെ ചത്ത് അസുര സ്ത്രീകൾ നിലോളിക്കുന്നത് കാണാറാവണം എൻ്റെ ഈശ്വര എന്ന് ആലോചിച്ച് നോക്കൂ. എന്തിന് നമ്മളെ കഥാപാത്രങ്ങൾ ഇതൊക്കെ കാണിച്ചു തരണു? നമ്മുടെ ഉള്ളിലെ ഈ സ്വഭാവം കാണിച്ചു തരാൻ. അപ്പം നമ്മളൊക്കെ ഇന്ദ്ര പാർട്ടിയാണോ സംശയമില്ല. ഇന്ദ്രശത്രു സ്വരതോപരാധാൽ എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഭഗവാൻ അരിയെ മിത്രമാക്കി വിഷത്തെ പഥ്യമാക്കി അവിടുത്തെ സേവിച്ചപ്പോൾ അതാണ് ഷഷ്ഠസ്കന്ധത്തിലെ മർമ്മപ്രധാനമായ വരി. എന്ത്? മഹാപുരുഷ പൂജായാ സിദ്ധി. ഭഗവാനെ സേവിച്ചാൽ അജാമിളനായാലും ദക്ഷനായാലും വൃത്രാസുരനായാലും ചിത്രകേതുവായാലും ദിതിദേവി ആയാലും നേരെയാവും. എത്ര നേരെ ആവാത്ത കേസും ഭഗവാൻ നേരെയാക്കും. അതിലംഘിത മര്യാദ ഭക്തരക്ഷണ ലക്ഷണം പോഷണം. അതാ ഗുരുവായൂരപ്പൻ്റെ ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അവിടുത്തെ കാരുണ്യം, ആ കാരുണ്യ വർഷാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഓരോ കാരുണ്യ ബിന്ദുക്കളും അമൃതവർഷിണിയായ വാക്കുകളും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം. കഥകളും കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. നട്ടുച്ചയ്ക്ക് ഉറക്കം തൂങ്ങിയിട്ടാണെങ്കിലും ഇവിടെ വന്നിരിക്കുക. മയക്കുള്ളതുകൊണ്ട് ചെവി കൂടെ അത് കുറേ കയറി പോവാണ്ടിരിക്കില്ല. അപ്പം നമ്മൾ ഉറക്കം തൂങ്ങിയാലും അത് ഉള്ളിൽ ചെന്ന് ചെയ്യേണ്ടത് ചെയ്തോളും എന്നാണ്. ഇപ്പം ചിലർ പറയാറില്ല, ഒരു ഗുളികയുടെ അംശം എടുത്തിട്ട് നാവിൻ്റെ അടിയിൽ അങ്ങോട്ട് വെച്ചപ്പോഴേ ആകെ ഒരു മാറ്റം. കുറച്ച് പഞ്ചസാര വെള്ളം കലക്കി അങ്ങോട്ട് കുളിച്ചപ്പോൾ ആകെ അങ്ങോട്ട് മാറ്റം. തളർന്നതായിരുന്നു, അവിടുന്ന് ഉസിരായിട്ട് എണീക്കാറായി. ഇങ്ങനെ ഈ ഭാഗവതത്തിൻ്റെ ഒരു തുള്ളി എങ്ങനെയെങ്കിലും അകത്ത് ചെന്നാൽ ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര, അവൻ അകത്ത് ചെന്നൊന്ന് പെരുമാറും. അതാണ് ഭാഗവതത്തിൻ്റെ ലഹരി. അതിനുവേണ്ടി ഇതാ കഥാപാത്രങ്ങളെ കാണിച്ചു തന്നു. ദിതിദേവി ആദ്യം പറഞ്ഞില്ലേ, ദുഷ്ടാശയായിട്ടും ഗുരുവായൂരപ്പനെ സേവിച്ച് നേരെയായി. തൻ്റെ 2 കുട്ടികളും ദേവേന്ദ്രൻ കൊന്നതിന് പകരം ദേവേന്ദ്രനെ കൊല്ലണമെന്ന് വിചാരിച്ച് ഭഗവാനെ സേവിച്ചപ്പോൾ 49 ഉണ്ണികളായി. ആ 49 ഉണ്ണികളും ദേവേന്ദ്രൻ്റെ കൂടെ അമൃതം സേവിച്ച് യാത്രയാവണ കാഴ്ച കണ്ടു. ഇന്നലെ വരെ മൊരടിച്ചിരുന്ന ദിതിദേവിയുടെ ഹൃദയത്തുനിന്ന് തവസ്തന്യം മന്യേതു ഹിനഗിരി കഞ്ഞി. തച്ചനാത്തുകാവിൽ അമ്മയോട് ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, ഓരോ സ്ത്രീകളുടെ ഉള്ളിലുണ്ട് അതുപോലൊരു മാതൃഹൃദയം. ആ മാതൃഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരു വികാര നിർഭരമായ ഭാവം അത് ഭാഗവതത്തുനിന്നേ കിട്ടൂ. അത് ഭാഗവതത്തുനിന്ന് കിട്ടണ പോലെ വേറെ എവിടുന്ന് കിട്ടാൻ? നമുക്ക് വേദം അറിയില്ല, വേദാന്തം അറിയില്ല, ഉപനിഷത്ത് അറിയില്ല. വേണ്ട, ഭാഗവതം കേൾക്കൂ. വെറും ആ കഥകൾ കേൾക്കൂ. ആ കഥകൾ തുള്ളി തുള്ളിയായിട്ട് അകത്തേക്ക് ചെന്ന് ഹൃദയത്തെ പരിവർത്തനം ചെയ്യണത് നോക്കൂ. നമ്മൾ കേട്ടില്ലേ ധ്രുവന്റെ കഥ? ആരായിരുന്നു ധ്രുവൻ? സുരുചിയുടെ മൊരടത്വം ഭഗവാനെ സേവിച്ചു വന്ന ധ്രുവന്റെ മുമ്പിൽ അലിഞ്ഞു പോയില്ലേ? അതേപോലെ ദിതിദേവിയുടെ മൊരടത്വം എവിടെ പോയി? മഹാപുരുഷ പൂജായാ സിദ്ധി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ മൊരടത്വം ഈ ഭാഗവതത്തിൻ്റെ
ഫെതർ ടച്ച്, മൃദുലസ്പർശം ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അജാമിളനെ മാറ്റിയ, ദക്ഷനെ മാറ്റിയ, വൃത്രാസുരനെയും ചിത്രകേതുവിനെയും മാറ്റിയ, ദിതിദേവിയെ മാറ്റിയ അതേ കാരുണ്യമാണ് സപ്തമസ്കന്ധത്തിൽ ഊതയ കർമ്മവാസനാഹ എന്ന മട്ടിൽ ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്, നമുക്ക് കാണിച്ചു തരണത്. 2 തരം കഥാപാത്രങ്ങൾ, ഒന്ന് അച്ഛൻ, ഒന്ന് മകൻ. ഒന്ന് ആദ്യം പറഞ്ഞ മഹാമൊരടത്തമുള്ള ഹിരണ്യകശിപു, മഹാഭീകരൻ, മഹാഗംഭീരൻ. ദംഷ്ട്രോഗ്ര ഭൃകുട്ടി മുഖൈ ശൂലമുദ്യമ്യ സദസിധാനവാനിതമബ്രവീൽ. എന്താ ഹിരണ്യകശിപുവിൻ്റെ ഒരു വരവ്! നാരദൻ ചിത്രീകരിക്കണ കണ്ടാൽ തന്നെ പേടിയാവും. കഥകളിയിലൊക്കെ ഉണ്ടല്ലോ, 2 ചെണ്ടയും 2 മത്തളവും പന്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരണ കണ്ടാത്തിരിക്കുക. ഓ ഓ ഓ വലിയൊരു കഥാപാത്രം വരാൻ പോകുന്നുണ്ട്. അതേപോലെ ഹിരണ്യകശിപു ആ തിരശീല താത്തിയുള്ള ഒരു തെരനോട്ടം, എന്താ നാടകീയമായ അവതരണം ഭാഗവതത്തിൽ. ആ ഹിരണ്യകശിപു കരാള ദംഷ്ട്രോഗ്ര ദൃഷ്ടിയോടെ ദംഷ്ട്രോഗ്ര ഭൃകുട്ടി മുഖനായിട്ട് ശൂലവും ഉയർത്തിപ്പിഴച്ച് സദസ്സിൽ ദാനവന്മാരോട്, ദൈത്യന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത് ഹിരണ്യകശിപു? അയാളുടെ മൊരടത്തം, ക്രൂരത പ്രകടിപ്പിക്കുന്ന വാക്കുകൾ. നിങ്ങളെല്ലാവരും ഭൂമിയിൽ സഞ്ചരിച്ച് സകല ആളുകളെയും ഉപദ്രവിക്കണം. തം തം ജനപദം യാത സന്ദീപയത വൃശ്ചത ഇതിതയ ഭർത്തൃനിർദ്ദേശം. ഇതാണ് ഹിരണ്യകശിപു കൊടുത്ത നിർദ്ദേശം. എല്ലാ ദാനവന്മാരും എല്ലാ ദൈത്യന്മാരും അറിയാൻ ഹിരണ്യകശിപു കൽപ്പിക്കുന്നത് എന്തെന്നാൽ, എൻ്റെ അനുജനെ കൊന്ന മഹാവിഷ്ണുവിനെ കൊല്ലാൻ, കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. മഹാവിഷ്ണുവിന് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്താ അത്? ആരെങ്കിലും ചെന്ന് ഒന്ന് കാല് പിടിച്ച അപ്പോൾ അയ്യോ ആ മഹാവിഷ്ണു അയാളുടെ കീഴിലാവും. ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ ഈ സ്വഭാവം? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഹിരണ്യകശിപു പറയണത്? മച്ഛൂല ഭിന്ന ഗ്രീവസ്യ ഭൂരിണാ രുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരമ്മേ ഗതവ്യഥ. ആ ചൈൽഡിഷ് നമ്മുടെ ഉപയോഗിച്ച വാക്ക്, കൊച്ചു കുട്ടികളെ പോലെ ചെന്ന് കാല് പിടിക്കുമ്പോഴേക്കും ഒക്കെ മറക്കുന്ന അവനെ ഭരിക്കാൻ കൊള്ളില്ല. എന്നെ പോലുള്ളവർ വേണം ഭരിക്കാൻ. ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുണ്ടാവണം. അല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ആകെ തീരുമാനം മാറ്റുന്ന ആളെ ഭരിക്കാൻ കൊള്ളില്ല. ഹിരണ്യകശിപു പറയണു, നോക്കൂ, അപ്പം ആ ഹിരണ്യകശിപുവിനും ഭഗവാന്റെ കാരുണ്യത്തെ പറ്റിയുള്ള ബോധമുണ്ട്. വൈകുണ്ഠത്തിലാർന്നൂലോ ഇത്ര കാലം. അപ്പോൾ ജാത്യാവുള്ളത് ഉച്ചാ പോവില്ല എന്ന് പറഞ്ഞ പോലെ കർമ്മവാസനകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കണു. ഭഗവാന്റെ ഗുണഗണങ്ങൾ അതൊക്കെ തന്നെയാണ് ഇല്ലേ? ഗുരുവായൂർ പ്രസിദ്ധല്ലേ? ആനയിരുത്തി കളഭം കഴിച്ച നിലമ്പൂർ രാജാവിൻ്റെ ആനയെ അല്ല തനിക്ക് പ്രധാനം. പിന്നെയോ ഏതോ ഒരു വൃദ്ധസ്ഥന് കൊണ്ടുവന്ന് വെച്ച കുന്നിക്കുരുവാണ് തനിക്ക് പ്രധാനം എന്ന് അഭിനയിച്ചു ഗുരുവായൂരപ്പൻ. അപ്പോൾ ഇത് ചൈൽഡിഷ് സ്വഭാവമല്ലേ എന്ന് ഹിരണ്യകശിപു ചോദിക്കണം. ആനയെ വേണ്ട പോലും, കുന്നിക്കുരു മതി പോലും. ഇതാണ് ഹിരണ്യകശിപു കാണുന്ന സ്വഭാവം. അപ്പം അത്രയേ ഉള്ളൂ. ഭഗവാന്റെ സ്വഭാവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു 2 കർമ്മവാസനകളുള്ളവർ? പ്രഹ്ലാദൻ അതേ സ്വഭാവത്തെയാണ് മാനിക്കണത് എന്നർത്ഥം. ഒന്നിനും കൊള്ളാത്ത നമ്മളെപ്പോലെയുള്ള അസുരബാലകന്മാരെയൊക്കെ ഭഗവാൻ ഇതാ അനുഗ്രഹിക്കുന്നു. ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധാ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാപി വിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരി ഉഗ്രജാതേ മന്യേ ധനാഭിജന രൂപ തപ ശ്രുതൗജ തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗാ നാരാധനായ ഭവന്തി പരസ്യ പുംസ ഭക്തിയാ തുദോഷ ഭഗവാൻ വിജയോധമായ. ഹൃദയം ആർദ്രമായി ഒരു പൂവോ ഒരു മാലയോ ഒരു കുന്നിക്കുരുവോ നടക്ക വെച്ച് എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഈശ്വര, അടിയനിതേ ഉള്ളൂ, അവിടുത്തെ മുമ്പിൽ അവകാശപ്പെടാവുന്ന രീതിയിൽ സമർപ്പിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലേ. എന്നെയും കിടങ്ങളെയും പുനരെന്നുടെ ഭാര്യയെയും കടങ്ങളും എന്നുടെ എന്നിവൻ്റെ എന്നോർപ്പതഖിലവും ഇന്നിതാ ഗുരുവായൂപദേശ നിൻ
പൊന്നു തൃക്കാലടിയിൽ സമർപ്പിച്ചേൻ എന്നെന്നും ഭവദാസ്യമടിയെന്നെ തന്നിടേണമേ കാരുണ്യവാരിധേ. അങ്ങോട്ട് പറയുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് മറക്കേ. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേസു വിഗമേ വിവശാ ഗൃഹന്തി തേ നൈക ജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്തി അപാവൃതമൃതം തയം പ്രപദ്യേ. അതാണ് ബ്രഹ്മാവ് മുതൽ പ്രഹ്ലാദം വരെയുള്ളവർ കാണുന്നത് ആ കാരുണ്യത്തെയാണ്. അതിനെയാണ് ഹിരണ്യകശിപു അമരുഷത്തോടെ നോക്കിക്കാണുന്നത്. ഛേ, വൃത്തികെട്ട സ്വഭാവം. അപ്പം നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഉള്ളിലെ ഏത് വാസനയ്ക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്? ഭഗവാനെ സേവിക്കുന്ന ഊതികൾ, കർമ്മവാസനകൾ ഒരു ഭാഗത്ത്, ഭഗവാനെ വെറുക്കുന്ന ഊതികൾ, കർമ്മവാസനകൾ മറുഭാഗത്ത്. ഭാഗവതം ചോദിക്കുന്നു, സമൂഹം ഭഗവാൻ ഇത് രണ്ടും ഒരുപോലെ കാണും, നമുക്കത് ഒരുപോലെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യും, എന്താ ഈ രാമൻ ഭാര്യയെ കൊന്നത്? എന്താ ഈ രാമൻ ശംഭുവിനെ കൊന്നത്? എന്താ ഈ രാമൻ അങ്ങനെ ചെയ്തത്? സീതയെ ഉപേക്ഷിച്ചത്, ലക്ഷ്മണനെ ഉപേക്ഷിച്ചത്? ഈ രാമൻ ധർമാത്മാവാത്രേ, ധർമാത്മാവ്. അങ്ങേർക്ക് ധർമ്മമൊന്നും അറിയില്ല. ധർമ്മം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. എങ്ങനെ? കലികാലത്ത് നമ്മളെപ്പോലെയുള്ള കെങ്കേമന്മാർ രാമനെ കൂട്ടുകെട്ടി വിസ്തരിക്കുന്നു. വാൽമീകിയുടെ രാമൻ എത്ര ആളുകളാ പാവം. രാമൻ അതൊക്കെ കേട്ടോട്ടെ. അപ്പം രാമൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് രാമൻ അറിയാം. കാരണം അവർ ധർമാത്മാക്കളാണ്. അവർക്ക് ധർമ്മം എന്തെന്ന് അറിയാം. ധർമ്മം എന്തെന്ന് അറിയാത്ത നമ്മൾ ധർമ്മത്തെ പറ്റി ഇങ്ങനെ ആവശ്യമില്ലാണ്ട് കളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിന്നൂല്ല, താനോ തില്ലുകയില്ല, തീറ്റുകയുമില്ലെന്നുള്ള പുൽക്കൂട്ടിലശ്വാനൻ തന്നിലപാടിലും നിഴലിടും. അതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാമനായാലും കൃഷ്ണനായാലും ഓരോരുത്തരെ ഈശ്വരന്മാർ കാരുണ്യം കൊണ്ട് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമ്മുടേതാകുന്ന യാശ്രുത്വ തൽപരോഭവിൽ സ്വഭാവങ്ങളെ സ്വീകരിക്കുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആദ്യം പറഞ്ഞില്ലേ വിഷമസ്വഭാവം. അപ്പം സമസ്വഭാവനായ ഭഗവാനെ പറ്റി മനസ്സിലാക്കാതെ വിഷമസ്വഭാവം മാത്രമുള്ള നമ്മൾ വിമർശിക്കണു. വേണ്ട വിധത്തിൽ പറയല്ല. അപ്പം നമ്മുടെ പ്രാതിനിധ്യം വഹിച്ച് പരീക്ഷിത് സാക്ഷി ശ്രീശുകനോട് ചോദിച്ചു. ശ്രീശുകൻ അതിന് മറുപടിയും പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞത്, ആകാശത്തെ സൂര്യനുണ്ട്, ഇതേപോലെ ആളുകൾ തോന്നിയത് പറയരുത്. അതെന്താ അത്? ഈ സൂര്യനെ എന്താ ഇത്ര പക്ഷപാതം? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയല്ലേ? ഞാൻ അമേരിക്കയിലേക്ക് ഇപ്പോൾ വിളിച്ചു ചോദിച്ചോളൂ, അവിടെ രാത്രി 2 മണിയാന്ന്. എന്ത് വട്ടാത്? സൂര്യൻ എന്താ ഇങ്ങനെയെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേമത്വം. ഇവിടെ ഭാഗവതത്തിൽ നാരദം പറയണു, അല്ലെങ്കിൽ ശ്രീശുഖം പറയണു, സൂര്യനെ പറ്റി നമ്മൾ വിട്ടിത്തം പറയും. ഒരിക്കലും 5 മണി അത്രേ, ഇപ്പോൾ വേറൊരു ദിക്കിൽ 4 മണി അത്രേ. എന്താ ഈ സൂര്യൻ ഇങ്ങനെ? സൂര്യൻ അങ്ങനെയാണോ? അതാ ഭാഗവതം ചോദിക്കണത്. അപ്പം നിർഗുണോവിഹ്യജോ വ്യക്ത, ഭഗവാൻ എപ്പോഴും സൂര്യനെ പോലെ ഒരേപോലെ നിന്നാലും ഈ തിരിയുന്ന ഭൂമിയുടെ തിരിച്ചിൽ കൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ മാറി മാറി തോന്നണതെന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന് അടിച്ചുകൊണ്ട് സൂര്യനെ വിമർശിക്കുന്ന അത്യന്താധുനികോത്തരന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ തലമുറകളുടെ വിമർശനത്തിന് കാതു കൊടുക്കണോ? അതിൽ വല്ല സത്യമുണ്ടോ? അതാ ആലോചിക്കുക. തത്വവിചാരം എന്ന് പറയണത് അതാണ്. ആലോചിച്ചാൽ മനസ്സിലാക്കാം എന്ത് ഇത് വെറും വിഡ്ഢിത്താണ് ഈ പറയണത്. സൂര്യൻ ഇളകാതെ നിന്നാലും ഭൂമി ഇളകുന്നത് കൊണ്ട് ചിലയിടത്ത് 10 മണി, ചിലയിടത്ത് 6 മണി, ചിലയിടത്ത് 2:30 മണി, ചിലയിടത്ത് 3 മണി, ചിലയിടത്ത് 12 മണിയാകുമ്പോൾ മറ്റിടത്ത് രാത്രി 12 മണി, മറ്റിടത്ത് അർദ്ധരാത്രി 12 മണി. അപ്പോൾ രാത്രിയും പകലും ഒക്കെ മാറി മാറി വരണത് സൂര്യൻ കറങ്ങിയത് കൊണ്ടല്ല എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കറങ്ങണത് കൊണ്ടാണ്. എന്നിട്ടോ പണ്ടൊരാൾ ആനപ്പുറത്ത് കയറിയിട്ട് പറയാറില്ലേ, ആനപ്പുറത്ത് കയറാറില്ല, എന്നാലും കട്ടിച്ചങ്ങോട്ട് കയറിയപ്പോൾ പിന്നാക്കം തിരിഞ്ഞാത്ര കയറി. അയ്യോ തിരുമേനി താഴെ ഇറങ്ങി മാറി കയറണം. അയാൾ പറഞ്ഞു, ഞാൻ ഇറങ്ങില്ല, ഞാൻ കഷ്ടിച്ചിട്ട് കയറിയുള്ളൂ, ഇനി ഞാൻ ചങ്ങലയും പിടിച്ചിട്ട് നിൽക്കാം, താൻ വേണമെങ്കിൽ ആനയെ തിരിച്ചോളാം. ആനപ്പുറത്ത് പിന്നാക്കം തിരിഞ്ഞ് കയറിയിട്ട്. ഇതുപോലെയല്ലേ നമ്മുടെ ലോകത്തിനെ നേരെയാക്കാൻ ഞാൻ മാത്രം. എന്നിട്ട് സൂര്യൻ അങ്ങനെ, ചന്ദ്രൻ ഇങ്ങനെ, മഹാവിഷ്ണു ഇങ്ങനെ, ശ്രീരാമൻ അങ്ങനെ, സകല ആളുകളെയും പുച്ഛം.
ഹിരണ്യകശിപുവിൻ്റെ പ്രതിനിധികളാവുക നമ്മളൊക്കെ. മച്ചൂല ഭിന്നഗ്രീവസ്യ ഭൂരിണാരുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരമ്മേ ഗതവ്യഥ. ഹിരണ്യകശിപുവിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഭരണാധികാരികളുടെ പ്രഖ്യാപനങ്ങൾ, ഈശ്വരനെ ശരിക്കും അറിഞ്ഞില്ല എന്നടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഭാഗവതത്തിലെ ഏറ്റവും അധികം ആനുകാലിക പ്രസക്തി ഉള്ള ഒരു കഥയാണ് നരസിംഹാവതാരം. ഭരണാധികാരികൾ ശ്രദ്ധിക്കുക, വിദ്യാർത്ഥി സമൂഹം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥി സമൂഹത്തിലെ ഒരു നേതാവിൻ്റെ കഥയാണ് 5 വയസ്സുള്ള കുട്ടിയായ പ്രഹ്ലാദൻ്റെ കഥ. ആ പ്രഹ്ലാദൻ നഴ്സറി പാട്ട് പാടുന്ന കുട്ടിയായിട്ടുള്ളൂ. ആ നഴ്സറി പാട്ട് പോലെ അദ്ദേഹത്തിന് കിട്ടിയത് എന്താ? ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ മുഹുശ്വസൻ വക്തി ഹരേ ജഗൽപദേ നാരായണേത്യാത്മമതിർഗതത്രപ. ലജ്ജ വിട്ട് ഹരേ നാരായണ എന്ന് വിളിക്കാനുള്ള ഒരു പ്രചോദനം ആ നഴ്സറി പാട്ട് പാടി നടക്കുന്ന കുട്ടിക്ക് അന്നേ ഉണ്ടായി. ഊതയ കർമ്മവാസനാഹ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഹിരണ്യകശിപുവിനെ പറ്റി ഹിരണ്യകശിപുവിൻ്റെ അച്ഛൻ പറഞ്ഞത് എന്താ? എൻ്റെ ദിതി, നീ അസമയത്ത് ഗർഭം ഉണ്ടാവണം എന്ന് നിർബന്ധിച്ചതുകൊണ്ട് ഇപ്പം സന്ധ്യാസമയത്ത് നിനക്കുണ്ടായ കുട്ടികളെ എങ്ങനെയാണെന്നറിയോ? സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും യമൗതു ലോകസ്യ യമാവിവാന്യു. 2 കാലമാടന്മാര്, മനസ്സിലായോ? യമൗ എന്ന് പറഞ്ഞാൽ ട്വിൻസ് എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. അപ്പോൾ ഭാഗവതം സംസ്കൃതം പറയണു യമൗ എന്നുള്ളതിന് വേറെ 2 അർത്ഥമുണ്ട്. കാലന്മാർ എന്ന് അർത്ഥമുണ്ട്. അത് 2 യോജിച്ചു എന്നാവട്ടെ ഒരുപാട് പറഞ്ഞത്. യമൗതു ലോകസ്യ യമാവിവാന്യു. ലോകത്ത് ശരിക്കും ഒരു കാലനേ ഉള്ളൂ. ആ ഒരേ ഒരു കാലൻ, ഒരേ ഒരു അന്തകൻ വിചാരിച്ചിട്ട് ഇക്കണ്ട നാശം മുഴുവൻ വരുത്തി തീർക്കുന്നുണ്ട്. അപ്പോൾ 2 കാലന്മാരും കൂടി വന്നാലോ? എൻ്റെ ദിതി ഭവിഷ്യതസ്തവ അഭദ്രൗ അഭദ്രേ ജാഠരാധമൗ ലോകാൻ സപാലാം സ്ത്രീം ചണ്ഡി മുഹുരാക്രന്തയിഷ്യത പ്രാണിനാം ഹന്യമാനാനാം ദീനാനാം കൃതാകസാം സ്ത്രീണാം നിഗൃഹ്യമാണാനാം കോപിതേഷു മഹാത്മസു തഥാ വിശ്വേശ്വര ക്രുദ്ധോ ഭഗവാൻ സാത്വദർശവ ഹനിഷ്യത്യവതീര്യാസവും യഥാദ്രീൻ ശതവർവധൃക്. എങ്ങനെ? അച്ഛൻ്റെ ശാപം, കുരുത്തക്കേട് ഗർഭത്തിൽ വെച്ച് തന്നെ നേടിയ മഹാഗംഗയം ആര്? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. പറഞ്ഞ പോലെ ഹിരണ്യാക്ഷൻ ചത്തു. പന്നിയുടെ വേഷത്തിൽ വന്ന് ഭഗവാൻ കൊന്നു. ദിതി ദേവിക്ക് നിലവിളിക്കാൻ വകയായി. എൻ്റെ മകൻ മരിച്ചുല്ലോ, ഭർത്താവ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അടുത്തവനും ചാവൂലോ. ചാവാണ്ടിരിക്കണമെങ്കിലോ കർമ്മവാസന മാറണം. അത് മാറുമോ? അമ്മ വിചാരിച്ച ഹിരണ്യകശിപുവിൻ്റെ കർമ്മവാസന മാറ്റാൻ പറ്റുമോ? സജ്ജനങ്ങൾ വിചാരിക്കണം എന്നർത്ഥം. ഈ ഗുരുവായൂരപ്പൻ വിചാരിക്കണം. നാരദന് മാറ്റാൻ സാധിച്ചു. ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ രണ്ടാമതൊരു ഹിരണ്യകശിപു ആയിത്തീരേണ്ടുന്നതിന് പകരം കർമ്മവാസനകളെ മാറ്റിമറിച്ചു. എവിടെ വെച്ച്? ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ. അതുകൊണ്ട് എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ തുടങ്ങുന്ന അമ്മമാർക്ക് ഒരു വാക്യെങ്കിലും പറഞ്ഞു കൊടുക്കുക. അവരുടെ കുഞ്ഞുങ്ങൾ നന്നാവണമെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. നാമം ജപിക്കണം, നെയ്യ് ജപിച്ച് സേവിക്കണം, ശാന്തമായ ഭാവങ്ങളിൽ വളരണം. അല്ലാണ്ട് സ്കൂട്ടറുമ്പിൽ കയറി കുടു കുട്ടു 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 കുടാന്നും പറഞ്ഞിങ്ങനെ പോയാലൊന്നും കുഞ്ഞ് നന്നാവില്ല. കണ്ട 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 ഹോട്ടലുകളിൽ കയറി കണ്ടതൊക്കെ വാരി തിന്നാൽ കുഞ്ഞ് നന്നാവില്ല. പ്രസവം ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല. ഭർത്താവ് അവരുടെ ഇഷ്ടത്തിന് ഓരോ സാധനങ്ങൾ ഓരോ ദിക്കുന്ന വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. രജോ ഗുണ തമോ ഗുണങ്ങളെ വളർത്താനേ അവ ഉപകരിക്കുള്ളൂ. ഗുരുവായൂരപ്പനെ സേവിക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അയം നിഷ്കിൽപിഷ സാക്ഷാൽ മഹാഭാഗവതോ മഹാൻ ത്വയാ ന പ്രാപ്യതേ സംസ്ഥാം അനന്താനുചരോ ബലി. 5 വയസ്സ് പോലും ആവാത്ത അമ്മയുടെ ഭ്രൂണമായി ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പറ്റി നാരദൻ പറഞ്ഞ വാക്കാണിത്. അതാണ് കർമ്മവാസനകളുടെ പൂർണ്ണതയിലേക്ക് തെളിച്ചത്. സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ഠ. മഹാഭാഗവതൻ എന്നാണ് പ്രഹ്ലാദനെ പറ്റി പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ.
അപ്പോ കർമ്മവാസനകൾ ഏത് വേണമെന്ന് നമുക്ക് നിശ്ചയിക്കാം. ഇപ്പൊ സ്വാമിജി കുറച്ചു മുമ്പ് പ്രസംഗിച്ചപ്പോ പറഞ്ഞില്ലേ, നമ്മുടെ കർമ്മങ്ങൾ എന്ത് വേണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ നമ്മളത് വേണമെന്ന് വിചാരിക്കണില്ല. ഭാഗവത്തിൽ പറയുന്നുണ്ടല്ലോ, സാക്ഷാൽ കപിലവാസുദേവൻ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ സ്തുതി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തിനാ അത്? നമുക്കത് വെറും കപിലം പറഞ്ഞ ഏതോ ഒരു സാമ്പിള് എക്സാമ്പിള് ആണ്, അല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും നമ്മളൊക്കെ ഇതേപോലെ ഗർഭത്തിൽ വെച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പോന്നതാണല്ലേ. ആ വിചാരം നമുക്കുണ്ടോ? അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയണില്ല. എല്ലാ ഹിന്ദുക്കളും എല്ലാ മുസ്ലിങ്ങളും എല്ലാ ക്രിസ്ത്യൻസും എന്നല്ല, എല്ലാ മാനവജാതികളിൽപ്പെട്ട ജന്തുക്കളും ഇതുപോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം അത് മറന്ന് രോരൂയതിഗതേ ജ്ഞാന് കഴിഞ്ഞു. ഉള്ള ജ്ഞാനം നഷ്ടപ്പെട്ട് രോരൂയതി രുദ്രന്മാരായി കരഞ്ഞ് 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 വരിക. മേ മേതി കുറുവന്തി ഭാഗവതം പറയണില്ലേ, ഗ്രഹാണിമേണേ ദ്രവണാണിമേമേ എന്നും പറഞ്ഞ വെറുതെ നിലവിളിക്കുക. നിലവിൽ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ, അതുകൊണ്ട് രോദതീതി രുദ്ര, രുദ്രന്മാരായി പുറത്തു വരുന്നു എന്നല്ലാതെ നമ്മളാരും ഈശ്വരന് വേണ്ടി ഒരു ശബ്ദം പുറപ്പെടുവിക്കണില്ല. അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഗർഭത്തുന്ന ആവലാതി വിടുന്നു. പുറത്തു വന്നപ്പോഴേക്കും അതിലും ഭീകരനായി സഹ ദേഹേന മാനേന വർദ്ധമാനേന മഞ്ഞുന കപിലവാസുദേവൻ പറയുന്നുണ്ട്. അതിനൊരു മാറ്റം വരണമെങ്കിൽ അമ്മമാരെ ശ്രദ്ധിക്കൂ. നാരദന് ഒരു കുട്ടിയെ നേരെയാക്കാൻ സാധിച്ചു. രണ്ടാമതൊരു കുട്ടി പ്രസവിച്ചതിന് ശേഷം ധ്രുവനെ നേരെയാക്കി. ജഗതി ജഗതി മായാം യസ്യ കായാധവ തേ വചനരചനമേകം കേവലം ജാഗലയ്യ ധ്രുവപദമപി യാതോ യൽകൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നഥാസ്മി. ഇതാണ് ഭാഗവത മാഹാത്മ്യത്തിൽ ആദ്യം പറയണത്. അപ്പൊ അതുപോലെ ചില നാരദന്മാരും സനകാദികളും അരയും തരയും മുറുക്കി പുറപ്പെട്ടാൽ നമ്മുടെ അമ്മമാര്, നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, നമ്മുടെ ചെറുപ്പക്കാര് ഒക്കെ നേരെയാവും. അതിനൊരു തെളിവാണ് ഇവിടുത്തെ ഈ ഭാഗവത തത്വവിചാര സത്രവേദി. കാരണം ഇവിടെ അനേകം സജ്ജനങ്ങള് അരയും തരയും മുറുക്കി പുറപ്പെട്ടിട്ടുണ്ട്. അയം നിഷ്കിൽപിഷ, അയം നിഷ്കിൽപിഷ, അയം നിഷ്കിൽപിഷ, അയം നിഷ്കിൽപിഷ, ഇവൻ നേരെയാവും, ഇവൻ നേരെയാവും, ഇവൻ നേരെയാവും എന്ന് ഓരോരുത്തരെയും ചൂണ്ടി സജ്ജനങ്ങൾ പറഞ്ഞാൽ, വലിയ മഹർഷികൾ ചൊന്നാൽ ഫലമാവാക്കിന്റെ പിന്നിൽ ഓടിവരും. ഋഷീണാം പുനരാര്യാണഹം വാചമർത്ഥോനുധാവതി. അപ്പൊ നാരദന് ശ്രമിച്ച അന്നത്തെ ആ പരിശ്രമം ഇന്നിവിടെ തുടരണു. തച്ചനാത്തുകാവിൽ അമ്മ തുടരാൻ അനുവദിച്ചിരിക്കുന്നു. കാരണം അന്നും ഭാഗവതമാണ് നാരദൻ എടുത്തത്. ധ്രുവനും പ്രഹ്ലാദനും ഭാഗവത ധർമ്മമാണ് നാരദൻ ഉപദേശിച്ചത്. തനിക്ക് കിട്ടിയ ഭാഗവത ധർമ്മം 4 അവധൂത സന്യാസികള്, അല്ലെങ്കിൽ വേദപണ്ഡിതന്മാര്, 4 ജ്ഞാനികള്, XOR AOR B അറിയില്ല ആരാന്ന്, പേര് പറഞ്ഞിട്ടില്ല ഭാഗവതത്തിൽ. വേദവാദിനാം ശുശ്രൂഷണേ, നാരദൻ അവരെ ശുശ്രൂഷിച്ചു. വെറും വേശ്യാപുത്രനായ നാരദൻ ബ്രഹ്മപുത്രൻ നാരദൻ എന്നുയർന്നു. ആ ഒരു മാറ്റം, കർമ്മവാസനയുടെ മാറ്റം തനിക്കുണ്ടായെങ്കിൽ അത് ഞാൻ ലോകത്ത് പരത്തും. എല്ലാ ഗർഭത്തിലിരിക്കുന്ന കുട്ടികളെയും നേരെയാക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നാരദൻ മോഹിക്കാതിരിക്കുകയോ? ഇന്നും ഭാഗവതം അതിനാണ് പരിശ്രമിക്കുന്നത്. ഗേഹേ ഗേഹേ ഗൃഹേ ഗൃഹേ ജനേ ജനേ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവണം. അമ്മയാകുന്ന ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളായ കുട്ടികളും എല്ലാ വീടാന്തരം കയറി ഇറങ്ങണം. അഥ വൈഷ്ണവ ചിത്തേഷു, എല്ലാവരുടെ ഹൃദയത്തിലും അവരെ സ്ഥാനം പിടിക്കണം. എല്ലാ സ്ഥലങ്ങളും നൈമിഷാരണ്യങ്ങളാവണം. എല്ലാ സ്ഥലങ്ങളും ഭാഗവത സത്രവേദികളാവണം. അതിനുള്ള പരിശ്രമം വിവേകാനന്ദൻ ഒരു കാലത്ത് തുടങ്ങി, ചൈതന്യ മഹാപ്രഭു തുടങ്ങി വെച്ചു. ഇന്നും ഇവിടെ അത് തുടരുന്നു. നാരദന്റെ അന്നത്തെ പരിശ്രമം. കർമ്മവാസനകളെ മാറ്റിമറിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പുറപ്പെട്ടാൽ മാറ്റിമറിക്കാം. പ്രാരബ്ധത്തിന്നൽ കരുത്തും ഞൊടി കൊണ്ടു ഞേരിക്കുമെൻ ഗുരുവാകും ഗുരുവായൂരപ്പനോ ചൊല്ലു. അപ്പൊ ആ കഥ, ഇന്നത്തെ മനുഷ്യന്റെ പരിവർത്തനത്തിന്റെ കഥ, ഗർഭപാത്രം മുതൽ അമ്മമാര് തന്റെ കുഞ്ഞുങ്ങളെ നേരെയാക്കാൻ ശ്രമിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന കഥ,
അതാണ് നരസിംഹാവതാര കഥ, പ്രഹ്ലാദ ചരിത്രം. പ്രഹ്ലാദനും ഹിരണ്യകശിപുവും നരസിംഹത്തിനൊരുപോലെയാ. ഒന്ന് തൂണിൽ നിന്ന് ചാടി വന്നുവെങ്കിൽ ആ നരസിംഹം അനുഗ്രഹിച്ചു രണ്ടാളെ മടിയിലിരുത്തി. ഒരാളെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നക്കി തലോടി നക്കി തോർത്തി എന്നാ പറയേണ്ടത്. സിംഹം കുട്ടികളെ അങ്ങനെയാണല്ലോ. മറ്റേയാളെയോ മാറ് കീറിപ്പിളർന്ന് രക്തം കുടിച്ച് നഖാങ്കുരോൽപാടിത ഹൃത്സരോരോഹം ഹൃദയം കൂടി ആസ്വദിച്ചു. പ്രഹ്ലാദനെ സൃഷ്ടിച്ച രക്തം, പ്രഹ്ലാദനെ സൃഷ്ടിച്ച രക്തം. ഭക്തരിപ്പാട് പറയാ, ലഹരി പിടിച്ചു ഭഗവാന്. ഔ ഔ എന്നിട്ടാണ് അവിടുന്ന് രക്തലഹരി കൊണ്ട് അങ്ങോട്ട് ഭീകരാവസ്ഥയിൽ നിന്നും ക്രമേണ പ്രഹ്ലാദൻ സ്തുതിക്കുന്നത് വരെ അങ്ങനെ വർദ്ധിച്ചു. സ്തുതിച്ചപ്പോ ശാന്തനായത്. ശാന്തസ്ത്വം കരമസ്യ മൂർത്തി സമഥാഹ. അപ്പൊ ഈ ഒരു മാറ്റം നമ്മുടെ ഹൃദയത്തിൽ വരുത്തണം. ആദ്യം പറഞ്ഞല്ലോ, തുള്ളി തുള്ളിയായിട്ട് അകത്തേക്ക് ചെന്നാൽ ആ അകത്തേക്ക് ചെന്നത് ഇതുപോലെ കീറി പറിച്ച് കളയുക തന്നെ ചെയ്യും. രുധിരപ്രിയം തർപ്പയിഷ്യേ എന്ന് ഹിരണ്യകശിപു പറഞ്ഞ വാക്ക് സത്യം വിധാതും, സത്യമാവും. ഇന്നും നമുക്കത് സത്യമാക്കണം. അത് ഭഗവാൻ സത്യമാക്കിക്കോളും. നമുക്ക് നമ്മുടെ വാക്ക് പോലും സത്യമാക്കാൻ വശല്ല. പക്ഷേ ഭഗവാൻ അറിയാം എങ്ങനെ തൻ്റെ വാക്കും നിജഭൃത്യഭാഷിതം, നിജഭാഷിതം ഭൃത്യഭാഷിതം, നിജഭൃത്യഭാഷിതം രണ്ടും ഒരുപോലെ സത്യാക്കാം. അതൊരാൾക്കേ പറ്റുള്ളൂ. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ മൂലം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രതസത്യനേത്രം സത്യാത്മകന്വാം ശരണം പ്രപന്നാഹ എന്ന് പറയണില്ലേ. സത്യം പരം ധീമഹി ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ. ആ പരമസത്യം ഒന്നേ ഉള്ളൂ. സത്യമാണ് എന്ന് തോന്നുന്നത് അനവധി ഉണ്ടാവാം, പക്ഷേ സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ ആ പരമസത്യത്തെയാണ് പരമമായിട്ട് നമ്മൾ ഉപാസന ചെയ്യണത്. അതിൻ്റെ കഥയാണ് നരസിംഹാവതാരം. ഇതാ ഹിരണ്യകശിപു സകല ആളുകളോടും മഹാവിഷ്ണുവിനെ നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തു. എൻ്റെ അനുജനെ കൊന്നവനെ കൊല്ലുക എന്ന രീതിയിൽ സകല ആളുകളും അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത്രേ ഹിരണ്യകശിപു തപസ്സിന് പോയത്. അമ്മയുടെ ഒപ്പുള്ള കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ്റെ വധുവിനെ, അനിയൻ്റെ ഭാര്യ, അതേപോലെ കുട്ടികളെ ഒക്കെ ആശ്വസിപ്പിച്ചു. അവിടെയുള്ള ഹിരണ്യകശിപുവിൻ്റെ അതിഗംഭീരമായ ഉപദേശം കേട്ടാൽ നമ്മളൊക്കെ അന്തം വിടും. ഭാഗവതത്തിന് പരിഭ്രമല്ല. എന്താണെന്നോ, ഇത് ഭഗവാന്റെ കാവക്കാരനായിട്ട് നിന്നിരുന്ന ആളാണ്. അപ്പോൾ ആ സർവകലാശാലയിലെ പഠിപ്പിൻ്റെ അറിവിൻ്റെ യോഗ്യത അയാളുടെ പ്രഭാഷണത്തിൽ നല്ലോണം കാണും. ഹിരണ്യകശിപു പ്രഭാഷണം ചെയ്തു, പക്ഷെ അതിൽ ഭക്തി നാമം ജപമൊന്നും ഉണ്ടാവില്ല. പ്രഹ്ലാദൻ്റെ പ്രഭാഷണം പോലെയല്ല. രണ്ടാളുടെ പ്രഭാഷണവും ലോഭം കൂടാതെ വളരെ വിസ്തരിച്ച് വേദവ്യാസ മഹർഷി ഇവിടെ അവതരിപ്പിക്കേണ്ടതെന്നർത്ഥം. അതാണ് വ്യാസാദികളൊക്കോ ശ്രീശുകാദികളൊക്കോ നാരദാദികളൊക്കോ ഇവൻ അസുരൻ, ഇതല്ലാത്തവൻ, ഇത് ഭക്തൻ, ഇത് അഭക്തൻ, ആവക വ്യത്യാസമില്ല, സമൂഹം. അപ്പം ആ സമഭാവനയിൽ ഹിരണ്യകശിപുവിൻ്റെ ഉപദേശം ആദ്യം ഗംഭീരമായിട്ട് പറഞ്ഞു. കഥയ്ക്ക് ഉപകഥ, ഉപനിഷത് കഥകൾ, ഉപകഥകൾ, ഇതൊക്കെ ഒരു ഉപദേശത്തിൽ അത്യാവശ്യം. ഇവിടെ സ്വാമിജി പ്രസംഗിക്കുമ്പോൾ കാണാറില്ലേ എത്ര കഥകളാണ് അദ്ദേഹം മണിയായിട്ട് നമുക്ക് പറഞ്ഞു തരണത്. ഹിരണ്യകശിപു ജീവൻ്റെ അസ്തിത്വം, ജീവനേ വാസ്തവത്തിലുള്ളൂ, ശരീരം എന്നത് ഉണ്ട് എന്ന് താൽക്കാലികമായ തോന്നൽ കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നല്ല കഥകൾ പറഞ്ഞു. സുയജ്ഞൻ എന്നൊരു മഹാരാജാവ്, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ശവശരീരം വെച്ച് കരയുകയാണ്. യമൻ വന്ന് ആ ശവശരീരം വെച്ച് കരയുന്ന സ്ത്രീകളോട് ചോദിച്ചു, സുയജ്ഞോ നന്വയം ശേതേ, നിങ്ങളുടെ ആരാ മരിച്ചത്? ഞങ്ങളുടെ ഭർത്താവ്. അയ്യോ ഞങ്ങളുടെ രാജാവ്. മന്ത്രി പറയണു, ഞങ്ങളുടെ നാട്ടിലെ യജമാനൻ പൊന്നുതമ്പുരാൻ. നിങ്ങളുടെ പൊന്നുതമ്പുരാൻ എങ്ങോട്ടും പോയിട്ടില്ല, മഹാരാജാവ് എങ്ങോട്ടും പോയിട്ടില്ല, ഭർത്താവ് എങ്ങോട്ടും പോയിട്ടില്ല. ദേ നന്വയം ശേതേ, ദേ ഇവിടെ തെക്കോട്ട് നില വെച്ച് കിടക്കണം. അയ്യോ ജീവന്യ. ഭാര്യമാർ നിലവിളിക്കുക, ജീവനോ? അങ്ങനെയല്ലോ നിങ്ങളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഭർത്താവ് പോയി എന്നല്ലേ. ഭർത്താവ് എങ്ങോട്ടും പോയിട്ടില്ല. സുയജ്ഞൻ എന്ന വ്യക്തി ഭർത്താവ് ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്, എടുക്കാം. ജീവല്ല. ഒരു ചോദ്യം, ജീവനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ? അതാ ചോദ്യം. ഭാര്യമാർ അന്തം വിട്ടു.
മന്ത്രിമാരന്തം വിട്ടു, നാട്ടുകാരന്തം വിട്ടു. ജീവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ആരും ഒന്നും മിണ്ടില്ല. കശ്രോത യോനുവക്താച സനദിഷ്യേത കരിഹിൽ. ഇത് ശവശരീരം ഇളകണില്ല, കണ്ണ് തുറക്കണില്ല, ഞങ്ങളോട് സംസാരിക്കണില്ല. അങ്ങനെ പറയൂ. കണ്ണ് തുറപ്പിക്കുന്ന, സംസാരിപ്പിക്കുന്ന, ഇളക്കുന്ന ആ ചൈതന്യത്തെ നിങ്ങളാരും കണ്ടിട്ടില്ല. അപ്പം നമുക്കറിയരുതേ, ഫാൻ, ലൈറ്റ്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പിന്നിലത്തെ കറണ്ടോ? ആരെങ്കിലും കറണ്ട് കണ്ടവരുണ്ടോ? ആരുമില്ല. അതതിൻ്റെ പിന്നിലത്തെ ശക്തി, പവർ മാത്രമാണ്, അല്ലേ? തൊട്ടാ ഷോക്കടിച്ചു എന്ന് അനുഭവം ഉണ്ടാവാം, പക്ഷെ കണ്ടിട്ടില്ല കണ്ണുകൊണ്ട്. അതുപോലെ ജീവൻ എന്ന ചൈതന്യത്തെ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ കാണാത്ത വസ്തുവിന് വേണ്ടി നിങ്ങൾ കരയണ്ട. ആ ജീവൻ എങ്ങോട്ടും പോയിട്ടില്ല. ഈ ശരീരത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു, ഇപ്പം ഇല്ല എന്ന് തോന്നുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളിലുണ്ട്, ആ ശരീരത്തിലുള്ള അതേ ജീവൻ തന്നെയാണ് നിങ്ങളിലും, അതേ ജീവൻ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരിലും. ജീവൻ രണ്ട് എന്നൊന്നില്ല, അതൊന്നേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ആകാശത്തൊരു സൂര്യൻ, കണ്ണാടി വെച്ചാൽ എല്ലാ കണ്ണാടികളിലും പ്രതിബിംബിക്കില്ലേ? ഒരു കണ്ണാടി കമത്തി വെച്ചാൽ പിന്നെ അവിടെ പ്രതിബിംബുണ്ടോ? ഒരു കണ്ണാടി പൊട്ടിപ്പോയാൽ പിന്നെ അതിൽ പ്രതിബിംബുണ്ടോ? പാത്രത്തിൽ വെള്ളം വയ്ക്കും, എല്ലാത്തിലും സൂര്യൻ പ്രതിബിംബിക്കില്ലേ? ആ വെള്ളം കമത്തി കളഞ്ഞാൽ പിന്നെ അതിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീകൾക്ക് കാര്യം മനസ്സിലായി. സ്ത്രീകൾ നിലവിളി നിർത്തി. സുയജ്ഞൻ്റെ മുമ്പിലേക്ക് വന്ന യമൻ തന്നെയാണ് ഒരു കുട്ടിയുടെ വേഷത്തിൽ ആ സ്ത്രീകളെ ആശ്വസിപ്പിച്ചത്. ഇത് ഹിരണ്യേഷു പറയാ, ഞാൻ എന്തിനാ ഇങ്ങനെ പറയണതെന്നറിയോ അമ്മയ്ക്ക്, ഹിരണ്യാക്ഷൻ്റെ ഭാര്യയ്ക്ക്? ഹിരണ്യാക്ഷൻ്റെ ചൈതന്യത്തെ നമ്മളാരും കണ്ടിട്ടില്ല. ഹിരണ്യാക്ഷൻ്റെ ശവശരീരത്തെ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ശവശരീരം ദഹിപ്പിച്ച് ആ ചൈതന്യത്തിനെ നശിപ്പിച്ചവൻ ആരോ, അവനെ നമുക്ക് കണ്ടുപിടിച്ച് കൊല്ലാം. അതുകൊണ്ട് നിങ്ങൾ കരയാതിരിക്കുമോ? എനിക്ക് കുറച്ച് അവസരം തരൂ. ഇങ്ങനെയൊക്കെ ഹിരണ്യകശിപു പറഞ്ഞപ്പോൾ സമാധാനമായില്ലേ? സമാധാനമായില്ലേ എന്ന് കുറേ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനമായി, എന്നാ മതി. അങ്ങനെ ഹിരണ്യകശിപു തപസ്സിന് പോയി എന്നാണ് നാരദൻ പറയണത്. നോക്കൂ, ഇത്തരത്തിലുള്ള നിർബന്ധപൂർവം മയക്കം പിടിച്ച് ഓരോരുത്തരെ കൊണ്ടുവന്നിരുത്തി സമാധാനമായില്ലേ എന്ന് ചോദിച്ച് പ്രസംഗിപ്പിക്കും, അല്ലെങ്കിൽ പ്രസംഗം അടിച്ചേൽപ്പിക്കുന്ന മഹാഗംഗേമന്മാരും പണ്ടുണ്ടായിരുന്നു എന്ന് ഭാഗവതം നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊന്നും തന്നെ ഹിരണ്യകശിപുവിന് സ്വയം ഉൾക്കൊണ്ട് പറഞ്ഞതല്ല. അത് അയാളുടെ പ്രസംഗം കേട്ടാലറിയാം. ഉദാഹരണവും കഥകളും പറയലും ഒക്കെ കേട്ടാൽ ഈ മഹാഗേമാണ് ഇയാളുടെ പ്രസംഗം എന്ന് തോന്നും. പക്ഷേ അതിൽ വെറും ചപ്പടാച്ചി വാചക കസർത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. കാരണം അയാൾ പിന്നെ മഹാവിഷ്ണുവിനെ കൊല്ലാമെന്ന് പറഞ്ഞ് തപസ്സിന് പോയി. അപ്പോൾ പറഞ്ഞതൊക്കെ വെറും ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി, ബഹുക്കേമാണ് അയാളുടെ പ്രസംഗം എന്ന് തോന്നിക്കാൻ വേണ്ടിയുള്ളതേ ആയുള്ളൂ. ലവലേശം ഉള്ളിലേക്ക് കടന്നില്ല. അപ്പോൾ സ്വാമിജി പറഞ്ഞു കേട്ടില്ലേ, പോക്കറ്റ് ഗീതയുടെ കാര്യം. അത് തന്നെ, പോക്കറ്റിലിടുക എന്നല്ലാണ്ട് ലവലേശം അത് ഹൃദയത്തിലേക്ക്, ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം മനസ്സിലേക്ക് അത് എത്തുന്നില്ല. അവിടെയാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ ആ പുസ്തകങ്ങളിലുള്ളത് നമ്മുടെ മസ്തകത്തിലേക്ക് ആവണില്ല. അതിന് ഹിരണ്യകശിപുവിനും തകരാറ്. പണ്ടൊരാൾ പറഞ്ഞു ഇതിനൊരു ഉദാഹരണം. പെട്രോൾ പമ്പിൽ വലിയ ടാങ്കർ ലോറികൾ കൊണ്ടുവന്ന് ഇറക്കി പെട്രോൾ അടിച്ചു കൊടുക്കും. ആ പെട്രോളാണ് അനവധി വണ്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ടാങ്കർ ലോറിയിൽ വളരെ എത്രയോ ടൺ ലിറ്റർ, ആയിരക്കണക്കിന് ലിറ്റർ പെട്രോളായിട്ട് വരണ ഒരു ലോറി സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുക. വണ്ടികൾ കുറേ പാസ് ചെയ്തു. ഒരാളെ ക്യാനുമായിട്ട് വഴിയിൽ നിൽക്കുന്നുണ്ട്. എന്താ? വണ്ടിയിലെ പെട്രോൾ തീർന്നു. വണ്ടിയിലെ പെട്രോൾ തീർന്നു എന്ന്. അയ്യോ, അതിൻ്റെ ടാങ്കിൽ മുഴുവൻ, ടാങ്കിൽ മുഴുവൻ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഇതിൻ്റെ വണ്ടി ഓടണ ചെറിയ അടിയിലത്തെ ചെറിയ ടാങ്കിൽ ഒന്നുമില്ല, അത് ചോർന്നു പോയി. അത് ശരി. ഇതാണ് നമ്മുടെയൊക്കെ കേമത്വം. പെട്രോൾ ലോറികളായിട്ട് ഭാഗവതവും വേദവും വേദാന്തവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലോ ഒന്നുമില്ല. ഇതാണ് ഹിരണ്യകശിപു. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ പ്രസംഗം പോലെ ആയാ പോരാ. ഇന്നലെ കേട്ടുല്ലോ, പൃഥുമഹാരാജാവ് ചാരു ചിത്രപദം ശ്ലക്ഷം മൃഷ്ടം ഗൂഢം അവിക്ലവം സർവേഷാമുപകാരാർത്ഥം സാരം സുഷ്ഠു മിതം മധു. ഇതാണ് വാക്കുകൾ. സർവർക്കും ഉപകാരപ്രദമാക്കുന്ന വാക്കുകൾ പറയാൻ നമുക്ക് വശമല്ലാണ്ടായിപ്പോയി. ഇവിടെ ഹിരണ്യകശിപുവിൻ്റെ പ്രസംഗം കേട്ട് അന്തം വിട്ടിരിക്കുമ്പോൾ അയാൾ പോയി
ബ്രഹ്മാവിനെ തപസ് ചെയ്തു, വരങ്ങൾ നേടി. പക്ഷേ വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിതം. വരം നേടി, അതിൻ്റെ തൃപ്തി ഉണ്ടായില്ല. പട്ടേരിപ്പാട് ആ നാരായണീയത്തിൽ ആ വാക്ക് ഉപയോഗിച്ചെടുത്ത് ബ്രാക്കറ്റിൽ വ്യാഖ്യാതാക്കളൊക്കെ എഴുതാം. വരം ലബ്ധ്വാ ദൃപ്തഃ നതു തൃപ്തഃ. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൃപ്തന്മാരാവണേ ഉള്ളൂ, നമ്മൾ തൃപ്തന്മാരാവണില്ല, കൃതാർത്ഥത വരണില്ല എന്നർത്ഥം. അപ്പം എന്തായി? എല്ലാവരവും മേടിച്ചു എന്നും പറഞ്ഞ് വന്നു. സിംഹാസനം വലിച്ചിട്ട് ഭരണം തുടങ്ങി. ഇന്ദ്രൻ, ചന്ദ്രൻ, അഗ്നി, വരണം തുടങ്ങിയവരെ കാക്കൽ വീഴ്ത്തി. അങ്ങനെ വിലസുമ്പോഴാണ് നാരദൻ പറയണു, ധർമ്മപുത്ര മഹാരാജാവേ, ഭഗവാന്റെ ആ കർമ്മവാസനകളെ മാറ്റി മാറ്റി അനുഗ്രഹിക്കുന്ന സമ്പ്രദായം നോക്കൂ. ദാ ആ ഹിരണ്യകശിപുവിൻ്റെ ലോകം മുഴുവൻ കീഴടക്കി അലറി മദ്യവും സേവിച്ച് ദേവന്മാരെ ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടെ എൻ്റെ ശിഷ്യൻ പ്രഹ്ലാദൻ നാമം ജപിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. ആ പ്രഹ്ലാദൻ്റെ വരവാണ് ആ കൊട്ടാരം ആകെ മാറ്റിമറിച്ചത്. ദേവന്മാരൊക്കെ ഭഗവാനോട് ചെന്ന് ആവലാതി പറഞ്ഞു നോക്കി. ഭഗവാൻ പറഞ്ഞു, സാരല്ല, കുറച്ചു നേരം അയാൾ പറയട്ടെ. നമുക്കൊക്കെ ഇവിടെ വലിയ വാച്ചുണ്ട്, എന്ത് സമയം അധികമാവരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന വാച്ച്. അപ്പം അതാ ദേവന്മാരും നോക്കണത്. ഇയാൾ ഈ കണക്കിന് അങ്ങോട്ട് പോയാൽ ഇപ്പോൾ ഇവിടെ നിർത്തണ പരിപാടി കാണാനല്ലോ, ഉപദ്രവം എന്നാണ് ദേവന്മാർ വിചാരിക്കണം. ഭഗവാൻ പറയണു, സാരല്ലേ, സമയമായാൽ അയാൾ നിർത്തിക്കോളും, ഇല്ലെങ്കിൽ ഞാൻ നിർത്തിക്കോളാം. എങ്ങനെ? എപ്പോഴാണോ പ്രഹ്ലാദനെ ദ്രോഹിക്കുന്നത് ആ സമയം അവനെ ഞാൻ കൊന്നോളാം. അയ്യോ, അവൻ വരം മേടിച്ചിട്ടുണ്ട്. അകത്ത് വെച്ചും പുറത്ത് വെച്ചും ആകാശത്ത് വെച്ചും ഭൂമിയിൽ വെച്ചും മനുഷ്യർ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, ആയുധം ഇല്ലാണ്ട് കൊല്ലരുത്, എന്തൊക്കെ വരം ഓർജിതം അഭിഹനിഷ്യ വരണ്ടെങ്കിലും ഞാൻ കലായ കൊന്നോളാം. അപ്പം ബ്രഹ്മാവിന് സമാധാനമായി. ഇത് കേട്ടപ്പോൾ ധർമ്മപുത്രക്കാണ് സമാധാനക്കേട്. നാരദ മഹർഷി സ്വന്തം അച്ഛൻ സ്വന്തം മകനെ ഉപദ്രവിച്ച് ഭഗവാന്റെ കയ്യിൽ നിന്ന് മരണം നേടിയോ? നാരദൻ തല കുലിക്കുക. അയ്യോ, ഒന്ന് ആ കഥ കേൾക്കണേ. പ്രഹ്ലാദനെ എന്താ ദ്രോഹിക്കാൻ കാരണം? ചിരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു, ഊതയ കർമ്മവാസന. പ്രഹ്ലാദൻ്റെ കർമ്മവാസന ഹിരണ്യകശിപുവിൻ്റെ കർമ്മവാസനയോട് യോജിച്ചതായിരുന്നില്ല. ഹിരണ്യകശിപുവിന് മഹാവിഷ്ണുവിനെ പുച്ഛം കണ്ടാ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണു. പ്രഹ്ലാദനോ ഹരിശരണം 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 ഹരിശരണം. ഉണ്ണിനാമം ജപിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. മദ്യം സേവിച്ച് ലഹരി പിടിച്ചിരിക്കണ ഹിരണ്യകശിപു മദ്യപാത്രം വലിച്ചെറിഞ്ഞ് കാക്കൽ വീണ് കിടക്കണ പ്രഹ്ലാദനെടുത്ത് മടിയിൽ വെച്ച് ഉമ്മ വെച്ചപ്പോഴേക്കും കണ്ണിന്ന് കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഏത് മുരടൻ്റെ ഉള്ളിലും ചിത്താർദ്രത്വ അമൃതയെ ഒരാർദ്രതയുണ്ട്. കാരണം അത് ഭഗവാൻ കൊടുത്തതാ. ഉദ്ധവൻ പറയണില്ലേ, വൃക്ണശ്ചമേ സുദൃഢസ്നേഹപാശ ദാശാരഹ വൃഷ്ണന്ധക സാത്വസേഷു പ്രസാരിത സൃഷ്ടിവിവൃദ്ധയേ ത്വയാ സ്വമായയാഹി. അവിടുത്തെ സൃഷ്ടിവിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പ്രസാരണം ഉണ്ടായി. സ്നേഹം എന്ന ഒരു ബന്ധം കൊടുക്കൽ, അത് ഓരോ തുള്ളി ഓരോരുത്തർക്കും തുളിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഒട്ടൽ എല്ലാവർക്കും അനുഭവപ്പെടാൻ തുടങ്ങി. സ്നേഹബന്ധം സൃഷ്ടിവൃത്തിക്ക് വേണ്ടി അവിടുന്ന് തന്നെ കൊടുത്തതാണ്. ഇനി അത് പെട്ടെന്നൊന്നും സാധാരണ മാറ്റാൻ പറ്റില്ല. അതുപോലെ പ്രഹ്ലാദൻ്റെ ഹൃദയത്തിലും ഒരു സ്നേഹമസൃണഭാവമുണ്ട്, ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലുള്ളത് തൊട്ട് പുറത്തേക്ക് വരണമെങ്കിൽ പ്രഹ്ലാദൻ്റെ സ്പർശനം വേണം. അപ്പോൾ അങ്ങോട്ട് കണ്ണു നിറഞ്ഞു. കയാധു അപ്പുറത്തുനിന്ന് കരഞ്ഞു. ഉണ്ണി ഏറ്റവും നന്നായിട്ട് ഉണ്ണിക്ക് തോന്നണത് എന്താ? തൽസാധു മഞ്ഞേ സുരവര്യ. അതോ ആത്മപാദം, ഗൃഹമന്ധകൂപം അതൊക്കെ വിട്ട് വനം ഗതോയദ്ധരിമാശ്രയേത, വനം ഗതോയദ്ധരിമാശ്രയേത. ഹരിശരണം 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 ഹരേ 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 നാരായണ. ഭഗവാന്റെ ഭജനകളും പാടി നടക്കണച്ചാ. ഇവൻ ഇങ്ങനെ പോയാൽ ചണ്ടാമർക്കന്മാരെവിടെ? അയ്യോ, അടിയങ്ങൾ ശ്രദ്ധിച്ചോളാം. വിഷ്ണുപക്ഷക്കാർ വന്ന് ഇവൻ്റെ മനസ്സ് മാറ്റാതെ ശ്രദ്ധിക്കണം. ചണ്ടാമർക്കന്മാർ കൊണ്ടുപോയി, അവർ കൊണ്ടുപോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. എന്താണോ, സ്കൂളിലേക്ക് പറ്റിയ കുട്ടിയല്ല ഇവൻ. അസുരവംശത്തിന് കോടാലി വയ്ക്കും, ഇവൻ നശിപ്പിക്കും. കാരണം സകല കുട്ടികളും നാമം ജപക്കാരായി, ഭജനക്കാരായി. എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ ഭജന മഹോത്സവമാണ്.
മിഠായി വിതരണം എന്നൊക്കെ കുട്ടികൾ പറയൂലോ, അതുപോലെ പ്രഹ്ലാദൻ്റെ സ്വീറ്റ്സ് വിതരണം. മധുരം 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 അധിപതേരഖിലം മധുരം, അധരം മധുരം വദനം മധുരം, ഭഗവാന്റെ കേശാദിപാദ വർണ്ണന, നാമഞ്ജപം ഭജന. ഇവനെ കൊണ്ടിരിക്കപ്പുറത്തില്ല സ്കൂളിൽ. ഷണ്ടാമൃക്കന്മാർ പറഞ്ഞപ്പോൾ കയാധു ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയി. അച്ഛൻ്റെ മടിയിലേക്ക് ഒക്കത്തുനിന്ന് കിഴിഞ്ഞിറങ്ങി ചെന്ന് വീണ ഉണ്ണി വാരിയെടുത്ത് മടിയിൽ വെച്ച് ഹിരണ്യകശിപു ചോദിച്ചു അത്രേ, അന്നത്തെ പോലെ വിഡ്ഢിത്തൊന്നും പറയാതെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചത് മാത്രമേ അച്ഛനോട് പറയാവൂ കേട്ടോ. നാരദൻ പറയണു, എൻ്റെ വാക്ക് ഓർത്തുകൊണ്ടാ ഉണ്ണി പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ. ഭഗവാന്റെ കഥ കേട്ടും ഭഗവാന്റെ കഥ പാടിയും ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്യലാണ് അച്ഛാ ഏറ്റവും വലുതായിട്ട് ഗുരുനാഥൻ പറഞ്ഞു തന്നായിട്ട് എനിക്ക് തോന്നണത്. നോക്കൂ, ഗുരുനാഥന്മാർ ഷണ്ടാമർക്കന്മാരല്ല തനിക്ക് എന്ന് അച്ഛനോട് പറയാതെ പറഞ്ഞു. കൊല്ലവനെ എന്നാണ് അടുത്ത കൽപ്പന. ഷണ്ടാമർക്കന്മാർ ആരാചാരന്മാർക്ക് വിട്ടുകൊണ്ടുപോയി കൊടുത്തു. അവരോ ഗീതയിലെ ഓരോ വാക്യം, സമൂഹം എന്നുള്ള വാക്ക് പറഞ്ഞുല്ലോ, ഓരോ വാക്കും സത്യമാക്കുന്ന ഒരു പ്രകടനാഭിനുണ്ടായത്. അക്ഷേത്യോയം അദാഹ്യോയം അക്ലേത്യോ ശോഷ്യ ഏവച സർവഗത സ്ഥാണുരചലോയം സനാതന നിത്യ. പിന്നെ നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക നചയനം ക്ലേദയന്ത്യാപ ന ശോഷയതി മാരുത. സ്വാമിജി പറഞ്ഞില്ലേ, അവനവൻ്റെ കർമ്മഫലങ്ങളല്ലാണ്ട് അനുഭവിക്കാൻ പറ്റുമോ? അപ്പം ഇയാള് ഈ ഉണ്ണി പ്രഹ്ലാദൻ എന്ന ഭക്തോത്തമൻ വേദന ഉണ്ടാവാൻ ദുഃഖമുണ്ടാവാൻ ഒരു കർമ്മവും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ വേദന ഉണ്ടാവും, എങ്ങനെ ദുഃഖിക്കും? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തന്നമാമി ഹരിം പരം. ഹരേ നമ ഹരേ നമ ഹരേ നമ ഹരേ നമ. ഒന്നും പ്രഹ്ലാദനെ ഏശിയില്ല. ഷണ്ടാമർക്കന്മാർ പേടിച്ചു. കയാധുവിനെ കൊണ്ട് വിഷം കൊടുപ്പിക്കാൻ കൽപ്പനയാക്കി. എന്നിട്ട് ഹിരണ്യകശിപു മോഹാലസ്യപ്പെട്ടു. പ്രഹ്ലാദൻ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. നാമജപം കൂടിക്കൂടി വന്നു. കുട്ടികൾ സ്കൂൾ വിട്ട് പ്രഹ്ലാദൻ്റെ ചുറ്റും വന്നുകൂടി. പ്രഹ്ലാദൻ അവരെ കൊണ്ട് വീണ്ടും ഉറക്കൊറക്ക ഹരേ ജഗൽപതേ നാരായണേതി ആത്മമതിർ ഗതത്രപ. ലജ്ജ വിട്ട് നാമം ജപിക്കണം എന്ന് പഠിപ്പിച്ചു. ആ നാമഘോഷം കേട്ടപ്പോൾ നാരദൻ പറയാ, ധർമ്മപുത്രരെ വൈകുണ്ഠത്തിൽ ഇരിക്കാൻ പൊറുതിയില്ല എന്നും പറഞ്ഞു ഭഗവാൻ ഇങ്ങോട്ട് ഓടി. എന്താ അത്? നാഹം വസാമി വൈകുണ്ഠേ നയോഗി ഹൃദയേ പിച്ച മത്ഭക്തായ എത്ര ഗായന്തി തത്ര തിഷ്ഠാമി. എല്ലാവരും കൂടി നാമം ജപിച്ചാൽ എനിക്ക് അവിടെ വരാതെ വയ്യലോ എന്നും പറഞ്ഞു ഭഗവാൻ വന്നങ്ങോട്ട് നിറഞ്ഞു നിന്നില്ലേ. എവിടെ? സ്തംഭേ സഭായാം, സഭയിൽ സ്തംഭത്തിൽ. ഹിരണ്യകശിപു വന്ന് നിൽക്കുമ്പോൾ ഭഗവാൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്പോഞ്ചിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഇവിടെ വെളിച്ചവും വായും നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ. എവിടെടാ അവൻ? ആരടാ നിന്റെ പിൻബലം? അച്ഛാ, എൻ്റെ പിൻബലം സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അച്ഛൻ്റെയും ഈ കുട്ടികളുടെയും അച്ഛൻ്റെ കണ്ണിനും കയ്യിനും കാലിനും ലോകത്തിനെ കിടുകിട വിറപ്പിക്കാൻ പറ്റുന്ന ശബ്ദത്തിനും ഒക്കെ പ്രചോദനം സ ഈശ്വര കാല ഉരുക്രമോസൗ ഓജസ്സഹസത്വബലേന്ദ്രിയാത്മാ ഭഗവാൻ തന്നെ. എങ്കിൽ ക്വാസൗ, എവിടെടാ അവൻ? ഞാൻ വൈകുണ്ഠത്തിലോളം ചെന്ന് അന്വേഷിച്ചിട്ട് കണ്ടില്ല. സർവത്ര കസ്മാൽ സ്തംഭേ എന്ന എന്തുകൊണ്ട് ഈ തൂരില്ല? പ്രഹ്ലാദൻ്റെ മറുപടി ദൃശ്യതേ. പിന്നെ താമസിച്ചില്ല. നാരദൻ പറയാ, ധർമ്മപുത്രരെ വികഥമാനസ്യ പൊലമ്പുണു എന്നും പറഞ്ഞ ഒരൊറ്റ ഇടി. ആ ഇടിയും വാളോണ്ടുള്ള വെട്ടലും ഏറ്റ് തൂണങ്ങോട്ട് പിളർന്ന് ദിവ്യസൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിത. ഗീതയിൽ പറയുന്ന വാക്കനുസരിച്ച് ഭഗവാൻ അവിടെ കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. കരാളതന്ത്രം കരവാളചഞ്ചല ക്ഷുരാന്തജിഹ്വം ഭൃകുടീ മുഖോത്ബണം തദ്ധോർധ്വ കർണം ഗിരികന്ധരാത്ഭുത വ്യാത്താസ്യ നാസം ഹനുഭേദ ഭീഷണം. അലറിക്കൊണ്ടുവരുന്ന തനിസിംഹം ഒരു നിമിഷം അങ്ങനെ പകച്ചു, അങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് പിടിച്ചു നരസിംഹം. സദസ്യ ഹസ്തോൽ കലിത, ചവിട്ടിക്കുതിച്ച നരസിംഹം. നരസിംഹത്തിൻ്റെ മാറുന്ന ഹിരണ്യകശിപു ശേനവേഗനായിട്ട് പറന്ന് വീണ്ടും വന്നു, വീണ്ടും പിടിച്ചു, വീണ്ടും കൊതറി മാറി.
സന്ധ്യ ആയതോടെ അകത്തുമല്ല പുറത്തുമല്ല ഉമ്മറപ്പടിയുമ്പില്, ആകാശത്തല്ല ഭൂമിയിലല്ല മടിയില്, രാത്രിയല്ല പകലല്ല, ആയുധണ്ട് ആയുധമില്ല, നഖായുധങ്ങളെ കൊണ്ട് മാറത്തിറക്കി കീറി അങ്ങോട്ട് പിളർന്ന് കമുന്നങ്ങനെ കിടന്ന പായമുദൈരയോ ബഹു ജഗൽ സംഹാരി സിംഹാരവാൻ. ലോകമേ കണ്ടോളൂ, മക്ഷൂല ഭിന്നഗ്രീവസ്യ രുധിരപ്രിയം ദർപ്പയിഷ്യേ എന്ന ഭൃത്യവാക്യം ഞാനിതാ സത്യമാക്കിയിരിക്കുന്നു. വെറുതെയാണോ ഭീഷ്മർ പറഞ്ഞത്? യുധിതുരഗരജോ വിധുമ്ര വിശ്വക്കചലുടിതശ്രവവാരി അലങ്കൃതാസ്യേ. ഞാൻ അമ്പയച്ചു മാറൊക്കെ പിളർന്നിട്ടും അത് സാരല്ല. അർജുനൻ അമ്പയച്ചപ്പോൾ അവിടുന്ന് തനി നരസിംഹമായിട്ട് എൻ്റെ നേർക്ക് ചാടി വന്നു. അന്നത്തെ ആ നരസിംഹത്തിൻ്റെ മുഖം, അർജുന സാരഥി നരസിംഹമായ മുഖം ഞാൻ ഓർമ്മിക്കണു. എന്താ അത്? എൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ കൃഷ്ണന് കൊടുക്കാൻ ഞാൻ വെമ്പി. അത് ഹിരണ്യകശിപുവിൻ്റെ ആയാലും ഭീഷ്മരുടെ ആയാലും ഭഗവാൻ എടുക്കും. ഗോപികളുടെ വെണ്ണക്കലം ഉടച്ചിട്ട് വെണ്ണ എടുക്കുന്നത് പോലെ, ഗജേന്ദ്രൻ്റെ താമരപ്പൂവ് എടുക്കുന്നത് പോലെ, കുചേലൻ്റെ അവിൽ തട്ടിപ്പറിക്കുന്നത് പോലെ നഖാങ്കുരോൽപാടിത ഹൃത്സരോരുഹം. ആ ദുർവാസന ഉള്ള ഹിരണ്യകശിപുവിൻ്റെ മുഴുവനും ഭഗവാൻ സ്വീകരിച്ചു. നമുക്കും തച്ചനാത്തുകാവിൽ അമ്മയോട്, ഭാഗവത സ്വരൂപിയോട്, ഇവിടെയുള്ള സജ്ജനങ്ങളോടൊക്കെ അതേ പ്രാർത്ഥിക്കാനുള്ളൂ. ഞങ്ങളുടെ ഉള്ളിലെ ദുർഭാവങ്ങൾ, ദുഷിച്ച ഭാവങ്ങൾ ഭാഗവതത്തിൻ്റെ അമൃതബിന്ദുക്കളെത്തി നഖാങ്കുരോൽപാടിത ഹൃത്സരോരുഹം, ഹൃദയം പിളരുന്ന ഭാവത്തിൽ ആ ഉള്ളതെന്തോ അത്, അവിടുത്തേക്ക് വേണ്ടതെന്തോ അത് പൂർണ്ണമായിട്ടെടുത്ത് ആസ്വദിക്കണേ. നരസിംഹത്തിനെ സ്തുതിക്കാൻ വന്നവരൊക്കെ ഓടിപ്പോയി പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ടാണ് അവിടുന്ന് ആനന്ദിച്ചത്. ആ പ്രഹ്ലാദ സ്തുതി നാളെ കേൾക്കാം എന്നിവിടെ അനൗൺസ് ചെയ്തുല്ലോ. നാളെ മുതൽക്കുള്ള ഭഗവാന്റെ ഇതേപോലെ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന സദ്ഭാവങ്ങളുടെ കോലാഹലം, കൃഷ്ണാവതാരം, രുക്മിണീ സ്വയംവരം, കുചേലവൃത്തം, രാജസൂയം, സന്താനഗോപാലം മുതലായ കഥകളിലും ഭഗവാന്റെ ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ ആ ഒരു പൂർണ്ണത, നമ്മുടെ ഹൃദയം അവിടുന്ന് ആസ്വദിക്കുന്ന ആ അനുഭവം നമുക്കൊക്കെ അവിടുന്ന് ഉണ്ടാക്കി തരട്ടെ. വാക്കുകൾ ഇവിടെയുള്ള സജ്ജനങ്ങളുടെ മുൻപിൽ ഇതാ സമർപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.